നാസിക് സഭയിലുള്ള എല്ലാ വിശുദ്ധന്മാർക്കും ബോംബെ സഭയുടെ സ്നേഹവന്ദനവും കർത്താവിലുള്ള നന്ദി അറിയിക്കുന്നു. नासिक की सारे मंडली की पवित्र लोगों को, बॉम्बे के सारे पवित्र लोगों की ओर से आपको मसीह वंदना देता हूँ. നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായി ദൈവത്തിന് സ്തോത്രം. आज हमें मिला हुआ ये आशीर्वाददायक संगति के लिए प्रभु को धन्यवाद देते हैं. വീണ്ടും കർത്താവിന്റെ വചനം നമുക്ക് മധുരവും നമ്മുടെ ആത്മാവിനും ദേഹിക്കും ശരീരത്തിനും എല്ലാം ആരോഗ്യവും സന്തോഷവും നൽകി തരുന്നതാണ്. प्रभु का वचन हमारा आत्मा के लिए, प्राण के लिए, शरीर के लिए बहुत आनंद प्रदान करने वाला बात है. നമ്മൾ സങ്കീർത്തനം 63:5 വായിക്കുന്നത്, ഞാൻ നിന്നെ ഓർത്തപ്പോൾ, നിന്നെ ധ്യാനിച്ചപ്പോൾ എൻ്റെ പ്രാണനും ശരീരവും അസ്ഥിയും മഞ്ഞയും എന്ന പോലെ തൃപ്തി വന്ന് സന്തോഷമുള്ള അതരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. जब हम 63 भजन संहिता का 5 वचन में हम पढ़ते हैं कि जब हम प्रभु को ध्यान करता है उस समय में आत्मा में और प्राण में और शरीर में एक अनोखा संतुष्टि मिल गया करके वहां पर हम पढ़ते. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് വിശുദ്ധന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കർത്താവ് മരിച്ച് ഉയർത്തതിന്റെ ഓർമ്മയെ പുതുക്കുന്ന ദിവസമാണ്. आज के दिन हम सब जानते हैं कि सारी दुनिया भर के सारे पवित्र लोग प्रभु यीशु मसीह की मृत्यु और जी उठने के बारे में याद करके प्रभु को महिमा देने वाला एक दिन है. നമ്മൾ ഞായറാഴ്ച എന്നൊരു ദിവസം മാത്രമല്ല, എപ്പോഴും കർത്താവിന്റെ മരണമുന്നധാനങ്ങളെ ഓർക്കണം. കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ വരുന്നത് വരെയും അത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കർത്തൃമേശയുടെ ഓർമ്മ കർത്താവിന്റെ മക്കൾക്ക് എല്ലായ്പ്പോഴും ഉണ്ട്. प्रभु का आगमन तक प्रभु यीशु मसीह की मृत्यु और कब्र करना, जी उड़ना, ये सारे बात सिर्फ एक दिन के लिए नहीं, हमेशा ये याद रहना चाहिए. ये प्रभु का हमारे लिए आज्ञा है. ഇന്ന് നമ്മളെ കർത്താവ് നമ്മളെ വിളിച്ചതിലുള്ള ഒരു വിളിയുടെ ഒരു പ്രധാന ലക്ഷ്യം അല്പമായി ഒന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. आज के दिन में हमें प्रभु ने जो बुलाहट की दिया है वो बुलाहट के बारे में थोड़ी समय चिंतन करेंगे करके सोचते हैं. നമ്മൾ 2 തെസ്സലോനിക്ക ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാണല്ലോ സുവിശേഷത്താൽ ദൈവം നിങ്ങളെ വിളിച്ചത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. हम दूसरा തെസ്സലോനിക്ക 2 अध्याय का 14 वचन में पढ़ता है, प्रभु की महिमा पाने के लिए हमको बुलाया करके हम वहां पर पढ़ता है. അപ്പോൾ അത് നമുക്ക് പലപ്പോഴും ഈ മഹിമയെ കുറിച്ചുള്ള ഒരു ചിന്ത പെട്ടെന്ന് കാഹളം ധരിക്കും, നമ്മൾ തേജസ് പ്രാപിക്കും എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് ശരിയുമാണ്. हम लोग ये सोचते हैं कि जब प्रभु आएगा तो जल्दी ललकार होगा और हम महिमा प्राप्त करेंगे. ये बात सही भी है. എന്നാൽ നമുക്ക് ഈ മഹിമ എല്ലാ വിശുദ്ധന്മാർക്കും ഒരുപോലെ അല്ല കിട്ടുന്നത്. അതിന്റെ കാരണം എന്താണെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. परंतु हमें जो मिलने जा रहा है ये महिमा सभी पवित्र लोगों को एक ही बराबर में नहीं रहेगा. क्यों ऐसा है, उसका कारण क्या है, उसके बारे में आज थोड़ी समय हम देखने जा रहे हैं. ഇവിടെ നമ്മൾ വചനത്തിന്റെ മഹിമ പ്രാപിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഗ്ലോറി എന്നതിനെ കുറിച്ചുള്ള യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത് പ്രൈസ്, ഓണർ ആൻഡ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ ആ മഹിമ പ്രാപിക്കും എന്നുള്ളതിന് പ്രശംസയും നിങ്ങൾക്ക് മഹത്വവും നിങ്ങൾക്ക് തേജസ്സും കിട്ടുമെന്നാണ്. അവർ ഒരുമിച്ച് കിട്ടുന്ന കാര്യം, തേജസ് മാത്രമല്ല. यहाँ पर सिर्फ महिमा ही नहीं, वहां पर हम देखते हैं कि महिमा और प्रशंसा, ബഹുമാനം और आदर, ये सब एकत्रित मिलेगा. ये उसका कहने का अर्थ है. നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്നൊരു തേജസ് വന്ന് തേജസ് കൊണ്ട് നിറയുന്ന ഒരു കാര്യം അല്ല. അതിനേക്കാൾ അധികമായിട്ട് ദൈവത്തിൽ നിന്നും നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് നമ്മളെ പ്രശംസിക്കും. मतलब सिर्फ हमारे को सिर्फ महिमा मिलेगा ऐसा नहीं, प्रभु हमें बुला करके एक एक जन को प्रभु प्रशंसा करेगा. നമ്മൾ 1 കൊരിന്ത്യർ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ വായിക്കുന്നത്, ജഡത്തിൽ ആർക്കും ദൈവസന്നിധിയിൽ പ്രശംസ ചെയ്യാൻ കഴിയുകയില്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ പ്രശംസ കിട്ടുന്നതെന്ന് വായിക്കുന്നുണ്ട്. हम 1 कोरिन्थी 1 अध्याय का 29 वचन में हम देखते हैं कि हम इस शरीर में कोई प्रशंसा नहीं कर सकता, और इतना ही नहीं, प्रभु जो प्रशंसा करता है वही धन्य है करके हम वहां पर पढ़ते हैं. നമ്മുടെ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ അതിന്റെ 15-ാം അധ്യായത്തിൽ നമ്മുടെ ശരീരം
ഇവിടെ നമ്മൾ മണ്ണിലേക്ക് വയ്ക്കപ്പെടുമ്പോൾ ആ വയ്ക്കപ്പെടുന്നതിനെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. 1 Corinthians 15 अध्यायത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. जब हम लोग जब मरने के बाद में हमारा लोथ जब शरीर जब मृत्यु को सौंप देंगे उस समय के बारे में हमारी शरीर में बढ़ता है. ദ്രവത്വത്തിൽ വിധിക്കപ്പെടുന്നു. हाँ, वो मतलब एक प्रकार नाशमान दिशा में बोते हैं. ഇവിടെ ഞാൻ വായിക്കാം. അതിന്റെ 15ന്റെ 42 വാക്യം. मतलब उसका 42 मतलब 15 अध्याय का 42 मुर्दे का जी उड़ना भी ऐसा ही है. शरीर नाशमान दिशा में बोया जाता है और अविनाशी रूप में जी उड़ता है. അവിടെ വായിക്കുകയാണ് ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ കുഴിയിലേക്ക് വെക്കുന്നതിനെ കുറിച്ചാണ്. यहाँ पर नाशमान दिशा में बोया जाता है. എന്നിട്ട് അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു. इसके बाद में बोलता है कि अनादर के साथ बोया जाता है. ഇതിൽ വായിക്കുന്ന ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു. और हम वहां पर रहता है निर्बलता में बोया जाता है. ഈ 3 കാര്യത്തിന് ഓപ്പോസിറ്റ് ആയ ദൈവികമായ അനുഗ്രഹവും ഈ മൂന്നിനുമുണ്ട്. यहाँ पर इस तीनों बात का विपरीत दिशा में प्रभु के आशीष भी इसके साथ में है. അപ്പോൾ നമ്മള് ഈ മൂന്നിനും ബദലായിരിക്കുന്ന കാര്യമാണ് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞത്. അതായത് ദൈവത്തിന്റെ പ്രശംസ, ഓണർ, മഹിമ. जब प्रभु का प्रशंसा और आदर महिमा हम इसके खिलाफ में हम देखता है. എന്നാൽ അത് എല്ലാവർക്കും ഒരുപോലെ അല്ലെന്ന് നമ്മൾ വായിക്കും. परंतु यहाँ पर हम देखते हैं कि सभी को ये सारे बात बराबर में नहीं मिलता है करके हम देखते हैं. എല്ലാ ദൈവമക്കൾക്കും അത് കിട്ടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. सारे पवित्र लोगों को ये मिलना चाहिए करके प्रभु की इच्छा है. അത് ക്രിസ്തുവിന് കിട്ടിയ അതേ മഹത്വത്തോടൊപ്പമാണ് നമ്മളെ ഇരുത്താൻ ദൈവം ആഗ്രഹിക്കുന്നത്. क्योंकि जो प्रभु यीशु मसीह को महिमा मिला उस महिमा के साथ हमें बैठाने के लिए स्वर्गीय पिता चाहते हैं. എന്നാൽ നമ്മുടെ അജ്ഞാത നിമിത്തവും നമ്മുടെ അനാദരവും നിമിത്തവും നമ്മുടേതായിരിക്കുന്ന സൂക്ഷ്മക്കുറവ് നിമിത്തവും നമുക്ക് ആ പരിധി ദൈവം നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നതിന്റെ മഹത്വം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. परंतु हमारी अज्ञानता के कारण हमारा अच्छा खूबियत न होने के कारण हमें जो प्रभु देना चाहता है उसमें कई बातें हमें नष्ट होने का संभावना है. അപ്പൊ നമ്മള് അതിനെക്കുറിച്ചാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ പോകുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം. നമ്മൾ 1 പത്രോസ് അതിന്റെ 7-ാം വാക്യത്തിൽ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ പല പരിശോധനയിലൂടെ പോകേണ്ടി വരുമെന്ന് വായിക്കുന്നുണ്ട്. मतलब हम लोग हमारे जीवन में मिलने वाला महिमा उस को जैसे प्राप्त करना चाहिए वो इतना नहीं प्राप्त होता. कारण क्या है कि पहला पत्रोस 1 अध्याय का 7 वचन में हम कई प्रकार का अलग अलग भिन्न भिन्न प्रकार का नाना परीक्षाओं में होकर के हमें गुजरना पड़ता है. उस परीक्षा के कारण ऐसा कुछ वादायम आता है. അപ്പോൾ ഈ വിശ്വാസത്തിന്റെ പരിശോധന കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് അവിടെ പ്രൈസ്, ഓണർ ആൻഡ് ഗ്ലോറി ഈ 3 കാര്യം യോജിച്ച് പറയുന്നുണ്ട്. विश्वास के परीक्षा के कारण वहां पर हम देखते हैं कि आपको प्रशंसा, आदर, महिमा के बारे में तीनों बात को मिलाकर कहता है. सिस्टर पढ़ो 1 पीटर चैप्टर. और यह इसलिए है कि तुम्हारा परखा हुआ विश्वास जो आग से ताए हुए नाशवान सोने से भी कई अधिक बहुमूल्य है, यीशु मसीह के प्रकट होने पर प्रशंसा और महिमा और आदर का कारण ठहरे. അപ്പൊ നമ്മള് മഹിമ കിട്ടുമ്പോൾ അതിന് ചേർന്ന് ദൈവം നമ്മളെ ദൈവസന്നിധിയിൽ എല്ലാ വിശുദ്ധന്മാരുടെയും ദൂതന്മാരുടെയും മുമ്പിൽ വെച്ച് നമ്മളെ പ്രശംസിക്കാൻ ഒരു സെക്കൻഡേ എടുക്കുന്നുള്ളെങ്കിൽ മഹിമയും വളരെ വളരെ കുറഞ്ഞൊരു മഹിമ. കാരണം അവന് അധികം പ്രശംസിക്കാനൊന്നുമില്ല. എത്രമാത്രം കർത്താവ് നമ്മളെ പ്രശംസിക്കുമോ അതനുസരിച്ചാണ് മഹിമ ഇരിക്കാൻ പോകുന്നത്. ആ മഹിമയുടെ മഹത്വം അനുസരിച്ചാണ് കർത്താവിന് നമുക്ക് പ്രശംസ കിട്ടാൻ പോകുന്നത്. जब हम प्रभु का सामने खड़ा रहेगा उस समय में सभी लोगों को प्रभु प्रशंसा करेगा. इतना समय प्रशंसा करेगा उसके अनुसार हमें महिमा और आदर मिलेगा. നമ്മളെ ഓരോരുത്തരെയും വ്യക്തമായിട്ട് വിളിച്ച് तब हमें एक एक व्यक्ति को व्यक्तिगत रीति में बुला करके നാം ദൈവം നമ്മെ വിളിച്ച വിളിക്ക് അനുസരിച്ച് ഒരു നടപ്പ് നടന്നോ എന്നുള്ള ടെസ്റ്റാണ്. अभी वहां पर हम प्रभु का न्यायासन के सामने ये बात को परखा जाता है कि प्रभु की बुलाहट की योग्य जीवन हमने बिताया है कि नहीं. ये बात അതാണ് എഫെസ്യ ലേഖനം 4 നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടപ്പി എന്ന് പറയുന്നു. इसलिए प्रभु का वचन में एफेसियों का पत्र 4 अध्याय में कहता है कि तुम्हें मिला हुआ बुलाहट की योग्य जीवन बिताओ. നമ്മളെ വിളിച്ചത് ഭൂമിപരമായ ഒരു വ്യക്തിയല്ല വിളിച്ചിരിക്കുന്നത്. हम जानते हैं कि हमें ये दुनिया से कोई महान व्यक्ति ने नहीं बुलाया. സർവ്വ പ്രപഞ്ചത്തിന്റെയും ഉടമസ്ഥനായ സ്വർഗീയ പിതാവ് തന്റെ പുത്രന് മഹത്വത്തിലേക്ക് പുത്രന് മാനവും മഹത്വവും കിട്ടേണ്ടിയ ഒരു അവസ്ഥയിലേക്ക് സഭയെ വിളിച്ചാക്കിയിരിക്കുകയാണ്. सारे सृष्टि का सृजनकार महान परमेश्वर ने
पुत्र की उस राज्य में पुत्र को जो महिमा मिलता है वो महिमा प्राप्त करने के लिए हमें बुला करके रखा है. ഒരു വിലയുമില്ലാതെ നശിച്ച് നരകത്തിലേക്ക് പോകേണ്ട ഒരു മഹത്വവും ഇല്ലാതിരുന്ന നമ്മളെ ദൈവം സൗജന്യമായി വിളിച്ച് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. कोई भी मूल्य हमारे जीवन में नहीं था, लेकिन प्रभु ने उदारता में हमें बुला करके इतना महान पदवी का योग्य हमको बनाया है. അപ്പൊ ദൈവം നമുക്ക് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നതിന്റെ ആ പദവിയിലേക്ക് എത്താതെ അത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അനേക കാര്യങ്ങൾ ഉള്ളതിൽ ഒരു കാര്യം മാത്രമേ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നുള്ളൂ. मतलब परमेश्वर ने जिस कार्य के लिए हमको बुलाया वो बात हम प्राप्त नहीं करता है, उसके बारे में एक विषय में आज हम थोड़ा सा सोचने जा रहे हैं. നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 58 അധ്യായം അതിന്റെ 13 വാക്യം ഒന്ന് വായിക്കാം. हम यशायाह नबी की किताब 58 अध्याय का 13 वचन पढ़ेंगे. यशायाह 58 का 13. यदि तू विश्राम दिन को अशुद्ध न करे, अर्थात मेरे उस पवित्र दिन में अपनी इच्छा पूरी करने का यत्न न करे और विश्राम दिन को आनंद का दिन और यहोवा का पवित्र किया हुआ दिन समझकर माने, यदि तू उसका सम्मान करे, उस दिन अपने मार्ग पर न चले, अपनी इच्छा पूरी न करे और अपनी ही बातें न बोले. ഓക്കെ, ഇങ്ങനെ നീ ചെയ്താൽ मतलब यहाँ पर जो कहा है इस रीति में करने से അവിടെ താപ്പോട്ടുള്ള അനുഗ്രഹമുണ്ട്. നമ്മൾ ആ താപ്പോട്ടുള്ള അനുഗ്രഹം നമുക്കറിയാം, അതാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന കാര്യങ്ങൾ വ്യവസ്ഥ പ്രകാരം ചെയ്താൽ എന്നാൽ അവിടെ പറയുകയാണ് ഹോണറബിൾ ആൻഡ് ഹോണർ ഹിം. ഒന്ന്, എന്റെ വിശുദ്ധ ദിവസത്തെ നിങ്ങൾ ഏറ്റവും ബഹുമാനയോഗ്യമായി കാണണം. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ എന്നെ മാനിക്കുകയാണ് ചെയ്യുന്നത്. मतलब यहाँ पर हम देखते हैं कि यहाँ पर बताया हुआ हर एक बातों को मानने के द्वारा नीचे लिखा हुआ उन आशीषों को हमें मिलेगा. परंतु यहाँ पर हम देखते हैं कि तुम मेरा विश्राम दिन को अशुद्ध ना करे, ये है प्रभु का पहला कहना. वो बात मानने के द्वारा हमें आशीष है. എന്നിട്ട് അതിന്റെ അവസാനത്തെ വാക്യം പറയാൻ ബഹുമാന യോഗ്യം എന്നും എന്നിട്ട് പറയുക അതിനെ ബഹുമാനിക്കുകയും. उसका आखिर में हम देखते हैं कि उसका सम्मान करके. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള പരിജ്ഞാനമാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. हमें उस सम्मान करके जीवन बिताने का ज्ञान पवित्र आत्मा हमें देता है. അപ്പൊ അവിടെ പറയുന്ന 2-3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. वहां पर 1-2 बात बोलता है. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാതെയും आप अपनी आनंद की काम ना करे, എന്നിട്ട് നിന്റെ വഴികളിൽ നടക്കാതെയും अपनी मार्ग पर ना चले. എന്നിട്ട് വ്യർത്ഥ സംസാരം എന്നൊരു വാക്യമുണ്ട്. वहां पर हम मतलब व्यर्थ बातें करके एक बात कहता है, വ്യർത്ഥ സംസാരം നേരം പോക്കാതെയും. मतलब अपनी मतलब व्यर्थ बातों पर समय को नष्ट ना करते हुए. അപ്പൊ ഞാൻ ഇത് നേരത്തെ വായിച്ചപ്പോൾ ഈ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കരുതെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഈ തമാശ പറയുന്നതൊക്കെ ആണെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. मैंने अपने जीवन में मैंने ये सोचा है कि ये जो अपनी ही बातें ना बोलने का अर्थ मतलब इसी प्रकार का कोई हंसी मजाक का बात हो करके मैंने सोचा. എന്നാൽ ആ വാക്യത്തിന്റെ ശരിയായ തർജ്ജിമ നോക്കിയപ്പോൾ നമ്മൾ ഈ തമാശ പറയുന്നതല്ല. परंतु उसका ओरिजिनल जब भाषा में उसका मतलब परिभाषा को जब देखा तो ये तमाशा का बात नहीं है. നീ നിനക്ക് വേണ്ടി സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ എന്നാണ്. तो हिंदी में बराबर लिखा है अपनी ही बात ना बोले. മലയാളത്തില് റോങ് അതിന്റെ ആശയത്തിൽ വേണ്ടവർ എന്ന് പറഞ്ഞാൽ ഒരു തമാശ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ. അപ്പോൾ ആ വാക്യത്തിന്റെ ശരിക്കുള്ള അർത്ഥമായി നീ നിനക്ക് വേണ്ടി സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അപ്പോൾ ആ സംസാരം എന്നുള്ള വിഷയമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. मतलब यहाँ पर हिंदी परिभाषा में बराबर आया है अपनी ही बातें ना बोलने का अर्थ हम अपनी ही बात ना बोल करके कार्य करने वाला. इसी विषय में आज थोड़ा प्रकाश डालना चाहता है. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പിൽ നമ്മുടെ സംസാരം എല്ലാം നമുക്ക് വേണ്ടിയായിരുന്നില്ലേ? प्रियो, हम प्रभु को पाने से पहले जो भी हम बात करते थे वो सब अपने लिए थे. പക്ഷെ കർത്താവിലേക്ക് വന്നതിന് ശേഷം പിന്നെയും കർത്താവ് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്യുന്നതിനെ കുറിച്ചാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. हम प्रभु में आने के बाद में प्रभु हमारे लिए दुनिया में करने वाले बातों के विषय में हम अधिकतर सोचते हैं. എന്നാൽ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ परंतु जब हमारी आंखें जब खुल जाता है നാം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്നതിനെ കുറിച്ചാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. क्योंकि हम प्रभु की महिमा के लिए खड़ा होना वो बात प्रभु हमारे जीवन में चाहता है. അപ്പോൾ നമ്മൾ എത്രത്തോളം കർത്താവിന് വേണ്ടി നമ്മുടേതായിരിക്കുന്ന ജീവിതം, നമ്മുടെ സംസാരം, നമ്മുടേതായിരിക്കുന്ന ശരീരത്തിന്റെ ആംഗ്യ ഭാഷ, നമ്മളിപ്പം സംസാരിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിനൊരു ആംഗ്യ ഭാഷയുണ്ട്. हम लोग हमारे जीवन में
प्रभु की खातिर जो भी काम करता है, इवन हमारा जो अंगों से हम कुछ हमारा जैसे अभिनय करता है, अभिनय बोल भी सकता है, नहीं तो अपने कुछ लोग ऐसा मुंह से करना, आंख से करना, अपने अंगों से दिखाने वाला एक भाषा रहता है, അതിനുമുണ്ട് പ്രതിഫലം. उसका तक प्रतिफल है. ഇങ്ങനൊരു നിങ്ങളൊരു കമ്പനി ജോലി ചെയ്യാണ്. अगर आप सोचिए, अगर आप एक कंपनी में काम करते हैं, അപ്പൊ ആ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറയാണ്, നിങ്ങൾ എന്ത് സംസാരിച്ചാലും നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഞങ്ങൾ ശമ്പളം തരും. अभी वो कंपनी कहता है, सोचो कि आप कुछ भी कहे या करे, हम आपको तनख्वाह देगा. അപ്പൊ നമുക്ക് എന്ത് സന്തോഷമാണ്, കാരണം നമ്മൾ എന്ത് ഓരോ സെക്കൻഡ് വെച്ച് പ്രതിഫലം കിട്ടാൻ പോവുകയാണ്. ये सुनने के बाद में हमें कितना आनंद लगता है, क्योंकि एक एक सेकंड के अनुसार हमें तनख्वाह मिलने जा रहा है. ഈ കണ്ണെന്ന് അടച്ചു കാണിച്ചാലും പ്രതിഫലം കിട്ടും. और आंख ऐसे बंद करके ऐसा दिखाता ना, ऐसा दिखाएगा तो भी प्रतिफल मिलेगा. പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾക്ക് അമേരിക്കയിലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ ഏതെങ്കിലും ഒരു കമ്പനി അങ്ങനെ ചെയ്യുമോ? पर तो ये दुनिया का, अमेरिका का हो या जर्मनी का हो, कोई भी कंपनी ऐसे काम करेगा? നിങ്ങളെ 8 മണിക്കൂർ ഇടിച്ചു പിഴിഞ്ഞ് കഷ്ടപ്പെടുത്തിയാണ് അവര് നമ്മളെ അപ്പോയിന്റ് ചെയ്യുന്നത്. आपको 8 घंटा अच्छी तरह निचोड़ करके तनख्वाह देता है. നമുക്കറിയാം പ്രൊഫഷണൽ ഫീൽഡിലെ ഒക്കെയുമുള്ള ഈ IT ഫീൽഡിലുള്ളവരൊക്കെ എത്രമാത്രമാണ് കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് അറിയാമോ? आपको मालूम है कितने लोग कंपनी में जो काम करता है, कितना हार्ड वर्क करता है, आपको मालूम है? കാരണം അവരുടെ ദാരിദ്ര്യ സ്ഥിതിയെ കുറിച്ചാണ് അത് കാണിക്കുന്നത്. क्योंकि वो उनकी कंगाल अवस्था को दिखाता है. അവരുടെ എല്ലാ ചലനത്തിനും ശമ്പളം കൊടുക്കാൻ അവർക്ക് കഴിയില്ല. എന്നാൽ സ്വർഗത്തിലെ ഗവൺമെന്റ് ഭയങ്കര ധനികനായതുകൊണ്ട് തൻ്റെതായിരിക്കുന്ന രാജ്യത്തിനോട് ബന്ധത്തിൽ പ്രവർത്തിക്കുന്നവരുടെ ഓരോ വാക്കിനും ഓരോ ചലനത്തിനും ഓരോ അംഗഭാഷയ്ക്കും ഓരോ കണ്ണ് ഇറുക്കുന്നതിനും പ്രതിഫലം കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുക. दुनिया का कोई भी कंपनी हमारा हर एक एक्शन का तनख्वाह कभी नहीं दे सकता, परंतु स्वर्ग का परमेश्वर अपनी लोगों का कोई भी बात है, वो शायद आंख से होगा या मतलब होठों से होगा या और कोई हाथों से होगा, कोई भी एक्शन जो है उसका तक प्रतिफल देने के लिए स्वर्गीय गवर्नमेंट ने निर्णय लिया है. അപ്പൊ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പ് എത്ര ശ്രേഷ്ഠമാണ്. ऐसा है तो हमें मिला हुआ बुढ़ाट और चुनौती ये कितना श्रेष्ठ है. അതിന് ഗൗരവം ഇല്ലാത്തവര് പ്രതിഫലം നഷ്ടമാക്കുകയാണ്. परंतु इस बात का गौरव ना जाने वाले लोग प्रतिफल को नष्ट करता है. നമ്മുടെ കർത്താവ് പറഞ്ഞത് എന്താണ്? നമ്മുടെ മത്തായി സുവിശേഷം 5:37 എന്താ പറഞ്ഞത്? आपको याद होगा प्रभु यीशु मसीह ने मत्ती 5 अध्याय का 37 वचन में क्या कहा? നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് യെശയ്യാവിന്റെ പുസ്തകം 58:13 ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ എന്റെ ദിവസത്തിൽ നിങ്ങൾ വേർത്ത സംസാരം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതെ എന്ന വിഷയമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. अभी हम लोगों ने जो चिंतन कर रहा है उसके लिए आधार में हमने पढ़ा था यशायाह नबी की किताब 58 अध्याय का 13 वचन में. उसमें एक बात था कि आप मतलब व्यर्थ बातें या अपना ही बातें ना कहते रहना, उसी बात पर हम विचार कर रहा है. उसमें अभी प्रभु यीशु मसीह ने पहाड़ी उपदेश में मत्ती 5 अध्याय का 37 वचन में जो कहा, हाँ तो हाँ, ना तो ना, इससे अधिक जो भी आता है वो दुष्ट की बुराई से होता है. 5:37 നമ്മൾ ഒന്ന് വായിക്കേ. परंतु हमारी बातें हाँ की हाँ या नहीं की नहीं हो, क्योंकि जो कुछ इससे अधिक होता है वो बुराई से होता है. ഇവിടെയും നമ്മള് ഈ വാക്യവും അതിന്റെ അർത്ഥഗംഭീരത്തിൽ മനസ്സിലാക്കും. ഹോളി സ്പിരിറ്റ് ഒന്ന് മനസ്സിലാക്കി തരുമ്പോൾ ആ വാക്യത്തിന്റെ പ്രയോഗം ഇങ്ങനെയാണ്. വേഴ്സ് ബി യെസ് ഫോർ യെസ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് യെസും പ്രതിഫലം കിട്ടാത്ത കാര്യം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് നോ എന്നും പറയാനാണ്. यहाँ पर बताया हुआ बात अगर हम सही रीति में जानेगा तो जो भी हमें अनंत काल में प्रतिफल मिलने वाला बातों को या कहना, नहीं तो उसको नो कहना, ये बात है. ദൈവം നമ്മെ വിളിച്ചത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. प्रभु ने हमें जो बुलाया प्रभु का महिमा के लिए, അപ്പൊ അതിന് യെസ് യെസ് പറയുക. उसके लिए आप हमेशा हाँ करना. അല്ലാതെ വെറുതെ നമ്മൾ എന്ത് പറഞ്ഞാലും യെസ് എന്ന് പറഞ്ഞു ആ പറയാനല്ല. हम कोई भी बात है उन सारे बातों को हाँ बोलो या ना बोलो, ऐसा नहीं. ദൈവത്തിന് മഹത്വം കിട്ടുന്ന കാര്യങ്ങൾക്ക് യെസ് പറയുക. प्रभु को जिस बात में महिमा मिलता है उसी को सिर्फ हाँ कहे. ദൈവത്തിന് അപമാനം വരുന്ന കാര്യത്തിന് നോ പറയുക. तो यहाँ पर हम जो भी बात प्रभु जो हमारे प्रभु की महिमा के लिए या हमारा आनंद काल के लाभ के लिए है, उसी को ही सिर्फ हाँ कहे, बाकी बातों को ना कहे. ഇവിടെ നമ്മളിപ്പം പെട്ടെന്ന് നമ്മൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ നമ്മള് യാ जब हम इसको अंग्रेजी परिभाषा में भी देखता है तो ना तो ना, या तो या, मतलब बोलने का अर्थ हाँ तो हाँ, ना तो ना. എന്നാൽ അങ്ങനല്ല. परंतु ऐसा नहीं.
yes for yes. हाँ, यहाँ पर ऐसा है कि जो सच में वास्तव में मतलब फायदामंद है उसको हाँ बोलना। ദൈവം എന്ത് യെസ് പറയുന്നോ അതിന് നമ്മൾ യെസ് പറയാം. हाँ, प्रभु जो बात के लिए यस बोलेगा, या बोलेगा, हाँ बोलेगा, उसको हम हाँ या बोलना या हाँ बोलना। അല്ലാതെ നമ്മുടെ സ്വന്തമായിട്ട് എടുത്ത് അതിനോട് ഒന്നും ചേർക്കാൻ പാടില്ല. കാരണം നമുക്കുള്ളത് എല്ലാം കർത്താവിന്റെയാണ്. बोलने का अर्थ क्या है कि हम अपने तरफ से उसमें कुछ भी मिलाना नहीं, क्योंकि जो कुछ भी है वो प्रभु का है। നമ്മുടെ ആത്മാവും ശരീരവും നമ്മുടെ ദേഹിയും എല്ലാം കർത്താവ് വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. क्योंकि हम जो खुद अपने आप को बोलेगा तो आत्मा, प्राण और शरीर ये सब कुछ प्रभु ने दाम दे करके मूल लिया है। പണ്ടുണ്ടായതിനോടെല്ലാം നമ്മൾ ടാറ്റ പറഞ്ഞു. क्योंकि जो पुरानी बातों को हमने विदा किया, बाय बाय किया। എന്നിട്ടാണ് നമ്മൾ വായിക്കുന്നത്, നമ്മൾ റോമലേഖനം 7:4 വായിക്കും, നമ്മൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനായി ഇനി അവന്റെയാണ് പൂർണ്ണമായിട്ട്. मतलब जब रोमियो 7:4 में पढ़ता है कि हम मर करके अभी पूर्ण रूप में दूसरे का बन गया है। കാരണം കർത്താവ് ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവന്റെ ആത്മാവും ദേഹിയും ശരീരവും പൂർണ്ണമായും 24 മണിക്കൂറും പിതാവിന്റെ മഹത്വത്തിനായിട്ട് നിന്നു. प्रभु यीशु मसीह जब ये दुनिया में था उस समय में प्रभु यीशु मसीह की आत्मा और प्राण और शरीर पूर्ण रूप में पिता के साथ प्रभु की इच्छा के लिए बना रहा। അപ്പം ദൈവത്തിന് ഒരു പ്രയോജനമില്ലാതെ ദൈവത്തെ അപമാനിച്ച് ജീവിച്ചവരാണ് നമ്മൾ. परंतु हमारे जीवन अगर देखेगा तो हम प्रभु के लिए कोई उपयोगी नहीं था, और इससे बढ़ करके हम प्रभु का निंदा करके जीने वाला एक झुंड था। എന്നാൽ അവിടുന്ന് അല്ലെങ്കിൽ ആ ആദാമ്യ വംശവർഗത്തിൽ നമ്മളെ വെട്ടിയെടുത്ത് ദൈവത്തിന് പ്രയോജനമായ, ദൈവത്തിന് മഹത്വം വന്ന വേറൊരു വ്യക്തി, അത് കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മളെ ദൈവം ഘടിപ്പിച്ചു. परंतु हम देखते हैं कि उस आदमी झुंड से, सीढ़ी से हमें तोड़ करके हमें आखिरी आदम मसीह में हमें जोड़ दिया। ये प्रभु ने महान कार्य किया। നമ്മള് വചനത്തിൽ വായിക്കുന്നത് സഭയുടെ വിവാഹം നടന്നിട്ടില്ല. अभी हम जब पढ़ता है तो हमें मालूम है कि अभी तक मतलब मंडली का ब्याह या शादी नहीं हुआ। നമ്മള് എടുക്കണ്ട, നമ്മള് വെളിപ്പാട് പുസ്തകം 19 വായിക്കുന്നുണ്ട്, കുഞ്ഞാന്റെ കല്യാണം വരുന്നതേ ഉള്ളൂ. जब हम प्रकाशित वाक्य 19 अध्याय का 7-8 वचन में हम देखते हैं कि मेमने का ब्याह मतलब अभी आ रहा है। ഇപ്പോൾ നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നാണ് വായിക്കുന്നത്. परंतु हम दूसरा कोरिन्थी 11:3 में हम पढ़ता है, हमारा 2 में हम पढ़ता है, दूसरा कोरिन्थी 11:2 में हम पढ़ता है, हमारा प्रभु के साथ मगनी हो चुका है। എന്നാൽ നമ്മുടെ വിവാഹം കഴിഞ്ഞു. परंतु हमारा शादी हो चुके हैं। എങ്ങനെയാണ്? വേറൊരുവന്റെ ആയി. क्योंकि हम दूसरे का बन चुके हैं। അതാണ് നമ്മളിവിടെ ഇംഗ്ലീഷ് വായിക്കുന്നത്, यू शुड बी मैरिड टू अनदर. यहाँ पर हम अंग्रेजी में जो पढ़ता है कि हमारा आप दूसरे के साथ तुम्हारा दूसरे का हो गया है। അല്ല, നമ്മൾ ആകാൻ പോവുകയല്ല. हम अभी होने जा रहे हैं, ऐसे नहीं। അവിടെ നമ്മള് 7:4 ദൈവത്തിന് ഫലം കായ്ക്കണമെങ്കിൽ अभी हम प्रभु के लिए फल लाना है तो ക്രിസ്തു എന്ന ശിരസിനോട് കടിക്കപ്പെട്ടവരായി ക്രിസ്തുവിന്റെ സ്വന്തമായി हम प्रभु यीशु मसीह जो मंडली का सिर है उसके साथ जोड़ गया है, तो हम प्रभु का स्वयं प्रभु का बन गया। എന്നാൽ അങ്ങനെ അതിനെയാണ് നമ്മൾ അവനോട് ചേർന്നത്, വിശ്വസ്തയോടെ കാത്തു സൂക്ഷിച്ചത് എല്ലാവരും കാണുക. ആ ദിവസം വെളിപ്പെടുമ്പോൾ അത് ആദരവോടും ബഹുമാനത്തോടും കൂടെ അത് ദൈവം അംഗീകരിക്കുന്നതാണ് നമ്മൾ ആ വിവാഹ ദിവസത്തിൽ കാണാൻ പോകുന്നത്. इसका मतलब जो हमारे इस जीवन में विश्वास योग्यता के साथ प्रभु के साथ जो मिला रह करके, जोड़ा रह करके जो कार्य किया, वो है प्यार के दिन में हम लोगों को प्रकट में आने जा रहा है या देखने जा रहा है। അതിനെ ക്രിസ്തുവിനോട് ഞാൻ കടിക്കപ്പെട്ടവനാണെന്നുള്ള വിശ്വാസം നമുക്ക് എപ്പോഴും വേണം. കാരണം എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീ ക്രിസ്തുവിന്റെ വകയാണ്, നിന്നെ വിലയ്ക്ക് വാങ്ങി, നീ ഇനി നിനക്കുള്ളവൻ പോലുമല്ല. इसका मतलब क्या है कि हम मसीह के साथ जोड़ा गया है, ये बात का पूर्ण विश्वास हमें होना चाहिए, क्योंकि हम अपना नहीं प्रभु का है, प्रभु ने हमें खरीदा है। അപ്പോൾ കർത്താവ് ഈ കാര്യത്തിൽ ഗിരിപ്രഭാഷണത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ये बात हम प्रभु यीशु मसीह ने पहाड़ी उपदेश में बहुत क्लियरली सिखाया है। നമുക്ക് മത്തായി 12:36 നമ്മൾ എന്താ വായിക്കുന്നത്? जब मत्ती के सुसमाचार 12 अध्याय का 36 वचन में हम क्या देखता है? അവിടെ നമ്മൾ വായിക്കുന്നത്, मत्ती 12:36 നിങ്ങൾ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. आप बोलने वाला एक सादा शब्द का भी प्रभु का न्याय के दिन में आपको हिसाब देना पड़ेगा। ഞാൻ ആദ്യം ചിന്തിച്ചത് അത് അവിശ്വാസികളെ ന്യായം വിധിക്കുമ്പോൾ ആ കർത്താവ് അവരോട് കണക്ക് ചോദിക്കുന്നതാണ് ഞാൻ ചിന്തിച്ചത്. നമ്മുടെ ന്യായവിധി കടന്നുപോയി അല്ലെങ്കിൽ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. मैं कई बार इस विषय में ऐसा सोचता था कि ये अविश्वासियों के लिए कहा गया होगा,
कि उनकी बातों को न्याय करेगा, ऐसा सोचा। എന്നാൽ നമുക്ക് ഇനി വെള്ളസിംഹാസന ന്യായവിധി ഇല്ല. अभी हमें मालूम है कि हमें उस श्वेत सिंहासन के सामने अभी हमारा न्याय नहीं। പക്ഷെ ഇവിടെ പറയുന്ന വാക്ക് വിശ്വാസിയോടുള്ള ബന്ധത്തിലാണ്. परंतु यहाँ पर जो बताया हुआ जो बात है कि तुम्हारा हर एक बातों का लेखा लेगा, ये विश्वासियों के संबंध में। അവിടെ നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ നിസാര വാക്കെന്ന് പറയുന്നത് അതിന് നമുക്ക് അതിനും ഒരു വചനത്തിന്റെ വ്യക്തത നമുക്കുണ്ടാകണം. मतलब अभी मलयालम में बहुत सरल रूप में लिखा, परंतु हम हिंदी में देखेगा तो तुम्हारा निगम्मी बातें बोलेगा तो वो एक गहरा कठिन शब्द है। ഇവിടെ നമ്മൾ നേരത്തെ യെശയ്യാവിന്റെ പുസ്തകം 58 വാക്യത്തിൽ വായിച്ചതുപോലെ വേർത്ത വാക്ക് ഇഡിൽ വേർഡ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. हाँ, जब हम यशायाह नबी की किताब हमने शुरुआत में यशायाह 58 का 13 वचन जो पढ़ा था, उस समय में हमने जो हमारे ओठों से निकलने वाले शब्दों के बारे में जो बताया था, वो शब्द यहाँ पर अभी अगर हम मिलकर के देखेगा तो निगम्मी बातें ऐसे देख सकते हैं। ഇത് കർത്താവ് യെരമ്യാവിന്റെ പുസ്തകം 6:30 എന്നാണ് വായിച്ചത്. ये बात हम यिर्मयाह 6:30 वचन में हम देख सकते हैं। അതൊന്ന് വേണി വായിക്കാം. चाहे तो आपको पढ़ सकता है यिर्मयाह 6:30। उनका नाम खोटी चांदी पड़ेगा, क्योंकि यहोवा ने उनको खोटा पाया है। എന്ന് പറഞ്ഞാൽ കർത്താവിന് അവന് വ്യർത്ഥനായി തീർന്നു എന്ന്, വിലയില്ലാത്തവനായി തീർന്നു. बोलने का अर्थ प्रभु के लिए वो खोटा बन गया, बोलने का मतलब वो व्यर्थ हो गया। എന്നാൽ റിജക്റ്റഡ് സിൽവർ. हाँ, वो एकदम त्यागा गया हुआ एक व्यक्ति बन गया। കാര്യം എന്താണ്? कारण क्या है? യെരമ്യാവ് 2:5 यिर्मयाह 2:5 में है। यिर्मयाह 2 5 वचन में അവര് എന്നെ വ്യർത്ഥമായിട്ട് കണ്ടു എന്ന് അവർ വായിക്കാതെ. हाँ, वो अगर पढ़ेंगे यिर्मयाह 2:5, यहोवा यो कहता है, तुम्हारे पुरखाओं ने मुझसे कौन सी ऐसी कुटिलता पाई कि मुझसे दूर हट गए और निकम्मी वस्तुओं के पीछे होकर സ്വയം നിക്കമ്മ ഹോ ഗയേ. അവിടെ ആ വെർത്ത്ലെസ് എന്ന പദമാണ്. കാരണം നിങ്ങളുടെ ഏത് വെർത്ത്ലെസ് വാക്കിന് എന്ന് പറഞ്ഞാൽ എന്നെ റിജക്റ്റ് ചെയ്തുകൊണ്ട് എന്റെ വാക്കിന് യെസ് പറയാതെ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും യെസ് പറഞ്ഞാൽ നിങ്ങൾ ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് അതിന്റെ അർത്ഥം. बोलने का अर्थ क्या है कि प्रभु को तुच्छ करते हुए प्रभु मतलब अपनी कुटिलता से हम निगम्मी बातें कहता है, तो प्रभु बोलता है कि उस न्याय के दिन में तुझे हिसाब देना पड़ेगा। എങ്ങനെയാണ് യഹൂദന്മാര് ഒരു റിജക്റ്റഡ് സിൽവർ ആയത്? कैसा यहूदी लोग इस प्रकार का निगम्मा बन गया? എന്നെ ത്യജിച്ചു കളഞ്ഞതുകൊണ്ട് प्रभु को त्यागने के द्वारा നിങ്ങൾ എന്തായി തീർന്നു? तुम क्या बन गया? നിങ്ങൾ റിജക്റ്റഡ് ആയി. तुम निगम्मा बन गया, निगम्मा वस्तु बन गया। അപ്പോൾ അതേ പദമാണ് കർത്താവ് ഇവിടെ ഉപയോഗിക്കുന്നത്. वही बात, वही शब्द प्रभु यहाँ पर भी इस्तेमाल करता है। കാരണം നമ്മുടെ അധരം ശുദ്ധീകരിക്കപ്പെട്ടതാണ്. क्योंकि प्रभु ने हमको जो शुद्ध किया तो हमारे ओठों को भी शुद्ध किया, നമ്മുടെ നാവ് ശുദ്ധീകരിക്കപ്പെട്ടതാണ്. हमारे जीव भी शुद्ध किया। കാരണം കാൽവരി ക്രൂശിലെ മരണത്താൽ നമ്മളറിയാം, യെശയ്യാവ് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോട് ചേർന്ന് നടക്കുകയും ചെയ്ത വ്യക്തിക്ക് ദൈവാത്മാവ് കാണിച്ചു കൊടുത്തു. ദൈവത്തിന്റെ യേശുവിന്റെ മഹത്വം കണ്ടപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ ഈ മഹത്വം നിന്ന് യോഗ്യനാണ്, ഞാൻ അശുദ്ധൻ എന്ന് അവൻ പറയുകയുണ്ടായി. हम जब यशायाह 6 में हम देखते हैं कि जब प्रभु की आराधना करते हुए प्रभु की महिमा को जब देखा, उस समय में वो अपने बारे में कहता है, मैं अशुद्ध ऊँट वाला मनुष्य। ആ മഹത്വമാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. അവിടെ ഇരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. प्रियो, उधरी जो महिमा का सिंहासन में प्रभु यीशु मसीह बैठे हुए यशायाह ने देखा, वही महिमा हम प्राप्त करने जा रहे हैं। അപ്പൊ ആ മഹത്വം പ്രാപിക്കാനുള്ള ബന്ധത്തിലാണ് യെശയ്യാവിന് അവിടെ ഭയങ്കര ഒരു വിഷമമുണ്ടായി, ഞാൻ അശുദ്ധ മനുഷ്യൻ. അവിടെ യാഗപീഠത്തിലെ തീ കൊണ്ട് ദൈവം അവനെ ശുദ്ധീകരിക്കുന്നതാണ്. वहां पर हम देखते हैं कि जब परमेश्वर ने उसको क्या किया, उनका ओठों को उस वेदी की आग से शुद्ध किया। ഇങ്ങനെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിലെ ആ ദൈവകോപാഗ്നിയിൽ വെന്തെരിഞ്ഞതിലൂടെ നമ്മളുടെ മുഴുവൻ ശരീരാവയവവും ശുദ്ധീകരിക്കപ്പെട്ടു. प्रियो, प्रभु का उस प्रभु वेदी में हमारे लिए जल कर राख बनने के कारण प्रभु हमें संपूर्ण रीति में शुद्ध किया। അപ്പോൾ ഇസ്രായേൽ മക്കളെ സകല ഗോത്രത്തിൽ നിന്നും ദൈവം സകല മനുഷ്യവംശത്തിൽ നിന്നും തിരഞ്ഞെടുത്തൊരു പ്രത്യേക ഗോത്രമായിട്ട് ദൈവം അവരെ ദൈവത്തിന്റെ പ്രശംസയ്ക്കും ദൈവത്തിന്റെ മഹത്വത്തിനുമായിട്ട് തിരഞ്ഞെടുത്തവരാണ്. हम देखते हैं कि इस्राएल लोग सारे दुनिया के सारे जाति के लोगों से प्रभु ने अलग किया है, ऐसा प्रभु का महिमा के लिए अलग किया लोग। എന്നാൽ ദൈവം അവരെ തള്ളിക്കളയാൻ കാര്യം, परंतु प्रभु ने उनको क्यों त्याग दिया?
തനിക്ക് വേണ്ടി താൻ സംസാരിച്ചു എന്നുള്ള ആ കാര്യത്തിലാണ് അവർ തള്ളപ്പെട്ടത്. वे लोग अपने लिए बातें किया, मतलब प्रभु की महिमा की बात नहीं किया, हाँ। वो अपनी बढ़ाई की बात अपने लिए बातें किया, इसलिए वो इनकार आ गया. അപ്പൊ നമുക്കറിയാം, നമുക്ക് കർത്താവ് നമ്മളെ വചനം പഠിപ്പിക്കുമ്പോൾ കർത്താവ് വ്യക്തമായിട്ടും ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ തനിക്ക് വേണ്ടി തന്നെ സംസാരിക്കുന്ന ഒരാളുണ്ട്. ആ ആളുടെ രാജ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. प्रियो, हमारे जीवन में प्रभु हमें ना इनकार ना है तो प्रभु के लिए बात करने वाला लोग रहेगा, वो उसके लिए प्रभु ने हमें ये दुनिया से अलग किया है. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 8:44 എന്താ വായിക്കുന്നത്? जब यूहन्ना का सुसमाचार 8 अध्याय का 44 वचन में, यूहन्ना का सुसमाचार 8 अध्याय का 44 वचन में हम क्या पढ़ते हैं? അപ്പം സാത്താന്റെ സംസാര രീതി എന്താണെന്ന് കർത്താവ് കാണിച്ചു തരികയാണ്. यहाँ पर वो शैतान का बातचीत करने का रीति वहाँ पर हम देखते हैं कि वो झूठ बोलता है. അവന് ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ? ഉണ്ട്. उसको प्रभु में विश्वास है, क्या है? ദൈവം ഉണ്ടെന്നവൻ നമ്മളെക്കാൾ അധികമായി വിശ്വസിക്കുകയും അറിയുകയും തന്നെയല്ല ഭയപ്പെടുകയും ചെയ്യുന്നവനാണ്. हम जानते हैं कि शैतान हमसे बढ़कर के प्रभु को मानते हैं, इतना ही नहीं, प्रभु का नाम सुन के वो कांपते भी है. പക്ഷേ അവൻ സംസാരിക്കുമ്പോൾ അവന്റെ സംസാരം ഒന്ന് വായിച്ചാട്ടെ. 8:44. उनके बोलने के समय में उनका बोली का खूबी आप पढ़िएगा. यूहन्ना का सुसमाचार 8 अध्याय का 44 वचन. तुम अपने पिता शैतान से हो और अपने पिता की लालसाओं को पूरी करना चाहते हो. वह तो आरंभ से हत्यारा है और सत्य पर स्थिर न रहा, क्योंकि सत्य उसमें है ही नहीं. जब वह झूठ बोलता तो अपने स्वभाव ही से बोलता है. കാരണം അവന് എപ്പോ സംസാരിച്ചാലും തന്റെ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയും. देखिए, शैतान जब भी बात करेगा वो अपनी स्वभाव ही से बोलते हैं. അവനെ മഹത്വപ്പെടുത്താൻ പറയുന്നു. बोलने का अर्थ क्या है कि उसका बोलने का पूरा अर्थ उसको खुद का महिमा है. എന്നാൽ യേശു ക്രിസ്തു അങ്ങനല്ല. परंतु प्रभु यीशु मसीह ऐसा नहीं. യേശു ക്രിസ്തു അവന് യോഹന്നാന്റെ സുവിശേഷം 8:50 വാക്യം. आप यूहन्ना का सुसमाचार 8 अध्याय का 50 वचन. परंतु मैं अपनी प्रतिष्ठा नहीं चाहता, हाँ एक है जो चाहता है और न्याय करता है. ഞാൻ എന്റെ മഹത്വത്തിന് വേണ്ടി ഒന്നും സംസാരിക്കുന്നില്ല. നോക്കുക, प्रभु कहता है कि मैं मेरी अपनी प्रतिष्ठा नहीं चाहता, मैं वो प्रभु के लिए कुछ बात नहीं किया. നാം സാത്താനെ വിട്ടിട്ട് യേശുക്രിസ്തുവിലേക്ക് വന്ന് അവ ശിരസ്സുമായി ഏകീഭവിച്ചു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി തീരണമെന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. प्रियो, हमारे जीवन में हम मसीह के साथ मेल होने के बाद में यीशु मसीह की स्वभाव हमारे जीवन में आना, ये प्रभु चाहता है. അവിടെ കർത്താവ് പറയുകയാണ്. അവിടെ നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. हम और भी एक वचन पढ़ेंगे. യോഹന്നാൻ 7:18. यूहन्ना का सुसमाचार 7 अध्याय का 18 वचन. അവിടെ जो अपनी ओर से कुछ कहता है वह अपनी ही बड़ाई चाहता है. देखिए, जो अपनी ओर से जो कहता है वो अपना बढ़ाई चाहता है करके लिखा. ഇതാണ് സാത്താന്റെ സ്വഭാവം. ये है शैतानी स्वभाव. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനല്ല. परंतु हमारा प्रभु यीशु मसीह ऐसा नहीं. അവൻ സംസാരത്തിൽ സ്വന്തം മഹത്വം അന്വേഷിച്ചില്ല. നമുക്ക് ഒരുപാട് വാക്യങ്ങൾ അതിനുള്ള ബന്ധത്തിലുണ്ട്. प्रभु यीशु मसीह कभी भी बातों में अपना खुद का महिमा नहीं चाहा. ये बहुत से वचन हम बाइबल में देखते हैं. നമ്മളെ യോഹന്നാന്റെ സുവിശേഷം 8:49 കർത്താവ് പറയുകയാണ്, ഞാൻ എന്നെ മഹത്വപ്പെടുത്തുന്നില്ല, എന്റെ പിതാവിനെയാണ് ഞാൻ മഹിമപ്പെടുത്തുന്നത്. यूहन्ना का सुसमाचार 8 अध्याय का 49 में, यूहन्ना का सुसमाचार 8 अध्याय का 49 वचन में यीशु मसीह कहता है कि मैं मुझको महिमा नहीं देता, मैं पिता की महिमा करता है. 5:41 വായിക്കാം. और उसका 41 पढ़ेंगे. 5:41. 5 अध्याय का 41. यूहन्ना तुम अपने 5 अध्याय 5:41. 5 अध्याय का 41. तुम अपने पिता के समान काम करते हो. उन्होंने उसे कहा, हम व्यभिचार से नहीं जन्मे, हमारा एक ही पिता अर्थात परमेश्वर. 5:41. मैं मनुष्य से आदर नहीं चाहता. നോക്കുക, ഞാൻ മനുഷ്യരിൽ നിന്ന് ഒരു ബഹുമാനം പ്രതീക്ഷിക്കുന്നില്ല. मतलब यहाँ पर हम देखते हैं कि प्रभु यीशु मसीह कहता है कि मैं मनुष्य से आदर नहीं चाहता. തമ്മിൽ അന്യോന്യം ബഹുമാനം കൊടുത്തുകൊണ്ട് ഏകദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? मतलब आपस में सम्मान करते हुए उस परमेश्वर की ओर से मिलने वाला, उस आदर ना चाहने वाला ये कैसे विश्वास करेगा? അപ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ മഹിമ പ്രാപിക്കാൻ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മഹത്വത്തിന് വേണ്ടി ഭൂമിയിൽ അധ്വാനിക്കുകയും നമ്മുടെ മഹത്വത്തിന് വേണ്ടി സംസാരിക്കുകയും ചെയ്തുവെങ്കിൽ നമ്മുടെ സംസാരം കൊണ്ട് നഷ്ടമാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. प्रियो, हमारे जीवन में अगर हम अपनी ही बढ़ाई के लिए, अपनी महिमा के लिए अगर बातें करेगा तो
आने वाले युग में हमें नष्ट होने वाला बातों के बारे में हम यहाँ पर चिंता करते हैं। നമ്മളെ കർത്താവിനെ കുറിച്ച് നമുക്ക് അനേക കാര്യങ്ങൾ കർത്താവ് പറയുന്നു. ഞാൻ ഒരു വാക്ക് പോലും എന്റെ മഹത്വത്തിന് വേണ്ടി പറയത്തില്ല. प्रभु यीशु मसीह ने अपने विषय में कहा कि मैं मेरी महिमा के लिए एक भी बात नहीं कहता. ഇനി കർത്താവ് അയക്കുന്ന പരിശുദ്ധാത്മാവോ, परंतु प्रभु भेजने वाला पवित्र आत्मा की बात अगर हम सोचे, യോഹന്നാന്റെ സുവിശേഷം 16:13 കർത്താവ് വ്യക്തമായി പറയാം, അവനെ കുറിച്ചൊന്നും പറയത്തില്ല. यूहन्ना का सुसमाचार 16 अध्याय का 13 वचन में पवित्र आत्मा आने के बाद में पवित्र आत्मा करने वाला कार्य के बारे में प्रभु ने कहा कि वो अपने बारे में नहीं कहेगा. അപ്പോൾ കർത്താവും പരിശുദ്ധാത്മാവും എന്ത് സംസാരിച്ചാലും പിതാവിന്റെ മഹത്വത്തിനു വേണ്ടി, അല്ലെങ്കിൽ പുത്രൻ പിതാവിന്റെ മഹത്വത്തിനു വേണ്ടി സംസാരിച്ചതുപോലെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ മഹത്വത്തിനു വേണ്ടി സംസാരിക്കും. इसका मतलब प्रभु यीशु मसीह या पुत्र पिता का महिमा के लिए बात किया, उसी प्रकार पवित्र आत्मा पुत्र की महिमा करेगा, पुत्र को ऊंचा करेगा. അങ്ങനെ സഭയെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എന്താണ്? इसी प्रकार मंडली को प्रभु ने चुनने का उद्देश्य क्या है? പരിശുദ്ധാത്മാവിനെ കൊടുത്തത് എന്താണ്? पवित्र आत्मा को प्रभु ने क्यों दिया है? സ്വന്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മളെ ദൈവത്തിന്റെ വായായി തീരാൻ വിളിച്ചപ്പോൾ ആത്മാവിൽ പരിജ്ഞാനം കിട്ടുമ്പോൾ നമ്മുടെ വാക്കുകൾ യെസ് യെസ് എന്നും നോ നോ എന്നും ഇരിക്കട്ടെ. इसका मतलब जो भी व्यक्ति अपनी प्रशंसा करते रहता है, वो व्यक्ति उन बातों को छोड़कर हाँ तो हाँ ना तो ना, इसी रीति में बैठना ये प्रभु की इच्छा है. നമ്മുടെ കർത്താവ് പൊന്തിയോസ് പീലാത്തോസിന് മുമ്പിൽ തല കുനിച്ചൊരു വാക്കും ഉരിയാടാതിരുന്നതിന്റെ മഹത്വം എന്താണെന്നറിയാമോ? आपको ये मालूम है कि जब प्रभु यीशु मसीह को न्यायी पिलातुस के सामने जब खड़ा किया गया, बहुत बातें पूछा, लेकिन प्रभु यीशु मसीह चुप रहा. वो उसका भेद क्या है आपको मालूम है? അവിടെ ഉന്നയിച്ച എല്ലാ അപരാധങ്ങളും നമ്മൾ ചെയ്തവരാണ്. क्योंकि वहां पर बताया हुआ सारे पाप दोष हमने किया है. ആ ശിരസായവൻ ശരീരത്തിനു വേണ്ടി അവൾ അത് ചെയ്തു, അവളെ വിലയ്ക്ക് വാങ്ങേണ്ടതിന് ഞാനിപ്പോൾ സമ്മതിച്ചേ പറ്റുകയുള്ളൂ. तो उस अभी सबको सुनाई दे रहा है क्या? कोई प्रॉब्लम? यस सुनाई दे रहा है. ओके. तो इसका मतलब वो प्रभु अपने आप को इतना नम्र और शून्य किया, वो अवस्था को हमें अपने जीवन में भी लेना है. പൗലോസിന് ഈ ഒരു ഭയം ഉണ്ടായിരുന്നു. पौलुस को एक ऐसा एक डर था, കാരണം ഞാൻ എന്റെ സ്വന്തമായിട്ട് എന്തെങ്കിലും സംസാരിച്ച് തള്ളപ്പെടുമോ? मैं अपनी तरफ से अपनी बातों को बोल करके मैं इनकारा तो नहीं जाएगा. പൗലോസ് നമ്മളെ പോലെ ആണോ? ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലനല്ലേ? क्या प्रभु का दास प्रेषित पौलुस हमारे समान एक व्यक्ति है क्या, या प्रभु के ओर से चुना हुआ व्यक्ति नहीं है क्या? 1 कोरिന്ത്യർ 9:20 അദ്ദേഹം എന്താ പറയുന്നത്? 1 कोरिन्थियर 9:27. हाँ, पहला कुरिन्थी उसका 9:27 में प्रभु का दास क्या कहता है? ഞാൻ ഒരുപാട് സംസാരിച്ചിട്ട്, मैं बहुत से काम करने के बाद. അപ്പൊ ദൈവം നോക്കുന്നത് ഒരുപാട് സംസാരിച്ചു അല്ലെങ്കിൽ 3 മണിക്കൂർ സംസാരിച്ചു എന്നല്ല, നീ സംസാരിച്ചത് ആരെയാണ് എന്നാണ് ദൈവം നോക്കുന്നത്. ആ ഭയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, ഞാൻ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോകുമോ? प्रभु का दास यहाँ पर बोलने का अर्थ क्या है कि उन्होंने जो भी कार्य किया वो प्रभु के लिए किया है कि नहीं, मैंने अपने बारे में तो नहीं कहा. ये एक डर मतलब पौलुस के जीवन में था. 1 कोരിന്ത്യർ അതിന് 2-ാം അധ്യായത്തിന്റെ നമ്മൾ വായിക്കുന്നുണ്ട് 3 വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ ഇടയിൽ ആയിരുന്നപ്പോൾ സഹോദരന്മാരെ ഭയത്തോടും വിറയലോടും കൂടെ നടുക്കത്തോടും കൂടെ ആയിരുന്നു. കാരണം ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമോ എന്നതിനെ കുറിച്ച് ഞാൻ ഭയപ്പെട്ടു. जब कुरिन्थ मंडली के बीच में प्रेषित पौलुस रहने के समय में पहला कुरिन्थी 2 अध्याय का 3 वचन में हम देखते हैं कि मैं मेरी ओर से कुछ बात आएगा क्या, ये बात से मैं डरता हूं करके वो वहां पर कहता है. കാരണം നിങ്ങളുടെ വിശ്വാസത്തിന് എന്നിൽ നിന്ന് എന്നും പറയാൻ പാടില്ല. क्योंकि आपके विश्वास की उन्नति के लिए मैं अपनी तरफ से कुछ भी नहीं कहना चाहिए. അത് മനുഷ്യരുടെ ജ്ഞാനമല്ല, ये मनुष्य की ज्ञान नहीं, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് ये परमेश्वर का सामर्थ्य उसके आधार बनने के लिए എന്റെ വചനവും मेरा वचन, എന്റെ പ്രസംഗവും मेरा प्रचार എന്തെങ്കിലും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ये ज्ञान के साथ नहीं, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശന തലത്തിൽ ये आत्मा और सामर्थ्य के प्रदर्शन था. നമ്മൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് സുവിശേഷ വേലയിൽ കഷ്ടമനുഭവിച്ചു. നമ്മളെ തന്നെ ഒരു വലിയ പിക്ചറായി മനുഷ്യർക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മളെ തന്നെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ആരുടെയാണ്? कई प्रकार हम लोग देखते हैं कि हम दूसरे के सामने मैंने प्रभु के लिए बहुत बड़ा कष्ट उठाया, मैंने बहुत तकलीफ सहा, तो ये सब बोलने के समय में वो पिक्चर या वो चित्र वो किसके लिए या किसके बारे में? അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 1 കോരിന്ത്യർ ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും അദ്ദേഹം പ്രസംഗിച്ച ശേഷം തള്ളപ്പെടുമോ എന്ന് വരാതിരിക്കാൻ 1 കോരിന്ത്യർ 9:27 നമ്മൾ വായിച്ചത് എന്താണ്? ഞാൻ ഒരുപക്ഷെ കാസ്റ്റവേ എന്നാണ് ഞാൻ റിജക്റ്റഡ്. നമ്മൾ നേരത്തെ യെരമ്യാവിന്റെ പുസ്തകത്തിൽ വായിച്ചില്ലേ? അതായത് നിങ്ങള് വിലയില്ലാത്ത
വെള്ളി പോലെ തള്ളപ്പെടും എന്നുള്ളൊരു ഭയം. കാസ്റ്റവേ എന്നുള്ള പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. यहाँ पर पहला कुरिन्थी 9 अध्याय का 27 वचन में प्रेषित पौलुस का ये डर था कि मैं किसी प्रकार भी वो इनकारा ना जाए. मतलब वहां पर लिखा है, हिंदी में लिखा है कि मैं किसी प्रकार निकम्मा ना जाऊं. യെസ്, ആ യിരെമ്യാവ് പറഞ്ഞ അതേ കാര്യമാണ്. നിങ്ങൾ വിലയില്ലാത്തവരായി തീരാൻ കാര്യം എന്താണ്? സംസാരിക്കുമ്പോൾ ദൈവത്തോടൊക്കെ ചേർന്നാലും പ്രസംഗത്തിന് ഇതിൽ വരുമ്പോൾ സാത്താൻ ഒരു ടെംപ്ടേഷൻ നിന്നെ കുറിച്ച് പറ. मतलब यहाँ पर हम बात करने के समय में शैतान ऐसा भावना विचार ला सकता है कि तू अपने बारे में बोल. നമ്മൾ ചിലപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കും. कई बार हम बहुत प्रार्थना करते हैं, കർത്താവേ, ഞാൻ പ്രസംഗിക്കുമ്പോൾ അവിടെ മഹത്വം ഉണ്ടാകണം. പക്ഷെ അറിയാതെ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് മഹത്വം കിട്ടുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. हम लोग कई बार प्रार्थना करते हैं प्रभु आपका अधिक महिमा होना चाहिए, परंतु हम प्रार्थना करता है अपने को खुद को महिमा मिलने के लिए. സാത്താൻ എങ്ങനെയാണ് നമ്മളെ വഞ്ചിക്കുന്നത് അറിയാമോ? शैतान किस रीति में हमें धोखा देता है मालूम है क्या? ആ സാത്താന്റെ വഞ്ചന നമ്മുടെ സംസാരത്തിൽ നമ്മൾ അറിയാതെ സാത്താൻ നമ്മൾ ഉപയോഗിക്കുകയാണ്. കാരണം നീ നിന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ शैतान कई रीति में मतलब तू अपने आप को महिमा करेगा तो ऐसा बोल के उनको धोखा देता है. പൗലോസ് തീമോഥെയോസ് ലേഖനം എഴുതുമ്പോൾ 1 തീമോഥെയോസ് 5:13 पौलुस तीमोथियुस को जो पत्र लिखता है, पहला तीमोथियुस उसका 5:13 में അവിടെ ആ വാക്യം ഒന്ന് വായിക്കണം. കാരണം അത് മലയാളത്തില് അവിടെ പൗലോസ് ഈ യൗവനക്കാരായ സഹോദരിമാര് വിധവമാരായവരെ കുറിച്ച് ചില നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. पहला तीमोथी 5:13 वचन. इसके साथ ही साथ वे घर घर फिर कर आलसी होना सीखती है, और केवल आलसी ही नहीं पर बकबक करती रहती और दूसरों के काम में हाथ भी डालती है और अनुचित बातें बोलती है. ഇവിടെ വളരെ വ്യക്തമായിട്ട് തിരുവചനം കാണിക്കുകയാണ്. അവിടെ വായാടികൾ എന്നാണ് മലയാളത്തില്, വായാടികളായി. यहाँ पर मलयालम में अनुचित बातें करने वाला ऐसे लिखा है. ഈ വായാടി എന്ന് പറയുമ്പോൾ അവര് മെനക്കെട്ട് നടന്ന് ചില കാര്യങ്ങൾ പറയുക. मतलब उनके पास समय कैसे भी बर्बाद करने के लिए उसे होता नहीं, इसलिए कैसे भी समय पार करना है, इसके लिए वो समय को इस्तेमाल करना. അവർക്ക് ഭർത്താവില്ല, मतलब उनको पति नहीं, മക്കളില്ല, उनको बच्चा नहीं, ഇഷ്ടംപോലെ സമയമുണ്ട്. समय बहुत है. അപ്പം സമയം ബോറടിക്കുകയാണ്. अब समय को निकालना उनके लिए मुश्किल हो रहा है. ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ ഈ പ്രത്യേകിച്ച് ലോക്ക്ഡൌണിന്റെ പീരീഡ് വരുമ്പോൾ ജോലിക്കും പോകാൻ പറ്റുന്നില്ല, വീട്ടിലിരുന്ന് മടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? इस समय में जब हम लॉकडाउन पीरियड में बहुत लोगों को समय पार करने के लिए अभी क्या करूं ऐसा विचार करता है. അപ്പോൾ അവിടെ ഈ വായാടി എന്ന് പറയുന്നത് നമ്മൾ സമയം കിട്ടാൻ വേണ്ടി ഇനി ഒരുപക്ഷെ നമ്മൾ പറയുന്നില്ലെങ്കിലും ഈ വേർത്ത കാര്യങ്ങൾ പറയുന്നവരുടെ വാക്ക് കേട്ടോണ്ടിരിക്കുക. बोलने का अर्थ क्या है कि वो इस रीति में समय को पार करने के लिए वो बोलते रहेगा, नहीं तो बोलने वालों का सुनते रहेगा. ഇന്ന് ടി വിയിലും വാട്സപ്പിലും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സമയം നഷ്ടമായി കളയാനായിട്ട് വളരെ ജഡത്തിന് സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. हम लोग आज देखते हैं टीवी में है, व्हाट्सएप में है, लोगों को जो टाइम पास करने के लिए ऐसा बहुत मनोरंजन की बातें, बहुत धोखा देने वाली बातें उसके अंदर है. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ വസ്തുത ചെയ്യുന്നത്? इस रीति में हम समय को व्यर्थ करता है तो हम क्या करता है? ഇതിനെയാണ് കർത്താവ് ഈ ഇങ്ങനെയുള്ള നിലയെ കുറിച്ചാണ് തീമോഥെയോസിന്റെ 1 തീമോത്തി 5:6 വാക്യം, കാമുകിയായവളോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തവള. കാമുകി എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹൂ ഗീവ്സ് ലൈഫ് ടു പ്ലഷർ ദ വേൾഡ്. ലോകത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്ന ഏത് വ്യക്തിയും, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, മരിച്ചവളാണ്. ऐसे लोगों के बारे में 1 तीमोथी 5:6 वचन में कहता है, पढ़िए. पर जो भोग विलास में पड़ गई वह जीते जी मर गई है. ലോക സംഭവങ്ങൾ, ലോകകാര്യങ്ങൾ, ലോകത്തിന്റെ തമാശ, ലോകത്തിന്റെ ഇഷ്ടം, ഇതിനു വേണ്ടി തങ്ങളുടെ അത് സംസാരിക്കുന്നില്ല. वे लोग जो संसार की खुशियों के लिए उसके पीछे जाता है, अपनी भोग विलास में पड़ी गई है, उनके बारे में बोलता है कि वो मरा हुआ अवस्था है. പക്ഷെ അവര് നമ്മളിപ്പം ഒരു എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കണ്ടോണ്ടിരിക്കുകയാണ്, മൂവി കണ്ടോണ്ടിരിക്കുകയാണ്. हम लोग बोलेगा तो वे कुछ लोग ऐसा है कि वो मतलब एक सिनेमा देख रहा है. ഈ സിനിമ കാണുന്നതൊന്നും പാവമല്ലെന്നാണ് ഇന്നത്തെ യൗവനക്കാരുടെ അഭിപ്രായം. बहुत आज का जवान लोगों का कहना है कि सिनेमा देखना कोई पाप नहीं. ഒരു ദേവദാസൻ പറയുകയുണ്ട്, അദ്ദേഹം സിനിമ കണ്ടോളാനാ പറയുന്നത്. കാരണം ഇവർക്കൊന്നും എന്നെ ഒരു വിലയില്ല. കാരണം ഇതൊക്കെ ഞാനൊരു പഴയ കാലത്തെ മനുഷ്യനാണ്, ഈ പുതിയ യുഗത്തിലേക്ക് പറ്റിയതല്ല. അപ്പൊ അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി നവീന ലോകത്തോട് ചേർന്ന ഒരു പാസ്റ്റർ എന്ന നിലയിലാണ്. നിങ്ങൾ ജീവിയെ കണ്ടു, കുഴപ്പമില്ല, പാപം ചെയ്യരുത്. मतलब आज अगर हम आप सिनेमा वाला नहीं देखना बोलेगा तो प्रभु का योग्य दास आज का युग में गिना नहीं जाएगा. इसलिए
मानो वो आज का युग का लोग भी अपने को सम्मान करना चाहिए, इसलिए बोलता है कि तुम सिनेमा देख रहे हो तो देख लो, പാപം ചെയ്യരുത്. परंतु पाप नहीं करो. കാരണം വചനത്തിലുണ്ടല്ലോ കോപിക്കരുത്, കോപിച്ചാലും പാപം ചെയ്യരുത്. അപ്പം കോപിക്കാം, പാപം ചെയ്യരുത്. क्योंकि वचन में है ना, वो क्रोध तो करो परंतु पाप ना करो, इसलिए वो वचन में है ना, इसलिए वो वचन का सहारा गलत रीति में भी लेकर के बोलता है तुम लोग देख रहे हैं तो देख लो परंतु पाप नहीं करना. ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ ആംഗ്യ ഭാഷ. इसलिए मैं पहले ही बोला आपको, अपन ऐसा कुछ एक्शन से कुछ बातचीत करता है. നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ आप जब सिनेमा देख रहे हैं അതിൽ കാണുന്ന നർമ്മമായ ഭാഷയ്ക്കനുസരിച്ച് നമ്മളിലെ സംസാരമില്ലെങ്കിലും നമ്മുടെ ശരീരത്തിന് ഒരു ചലനം വരുന്നുണ്ട്. परंतु उसमें जो भी हम देखता है उन्होंने अपने अंगों से भी हमसे बात करता है, तो हमारा भी जीवन में कुछ असर पड़ता है. നമ്മൾ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. अब आप देखिए, अगर आप क्रिकेट खेलना देखते रहता है, നമ്മൾ ആ ജയിക്കുന്ന പക്ഷത്തുള്ള ആളാണെങ്കിൽ എന്തൊരു സന്തോഷമാണ്. अगर हम वो जीतने वाला पक्ष में है तो हमारे अंदर कितना खुशी है. തോക്കുന്ന പാർട്ടിയിലാണ് നമ്മളെങ്കിൽ നമ്മളൊക്കെ എത്ര ദുഃഖമാണ്. परंतु हारने वाला ग्रुप में हम लोग है तो हमको कितना दुख होता है, मतलब उसमें उसके साथ हमारा भी एक्शन होता है ना. ഈ അർത്ഥത്തിലൊക്കെയാണ് കാമുകിയായിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ ചത്തമെന്ന് പറയുന്നത്. കാരണം ലോകത്തിന്റെ പ്രഷർ. इसी अर्थ में यहाँ पर बोला है कि मतलब वो भोग विलास में पड़ने वाला मरा हुआ अवस्था में करके खाने का अर्थ. അപ്പൊ നമുക്ക് ഈ ലോകത്തിലുള്ള ഒന്നും അനുഭവിക്കാൻ പറ്റത്തില്ലേ? इसका मतलब क्या है कि क्या ये दुनिया का कोई भी बात का हम अनुभव नहीं ले सकता है क्या? നമുക്ക് നിലനിൽക്കുന്നത് സ്വർഗീയമായ കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് സന്തോഷിക്കാനുണ്ട്. प्रियो, हमें जो बना रहने वाला स्वर्गीय बातें, अनंत काल की बातें अनुभव करने के लिए बहुत बात है. ആ മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ ആ മകൻ സന്തോഷിച്ചില്ലേ? जब उस बुढ़ा पुत्र वापस घर में आया, क्या वो पिता आनंद नहीं मनाया? പക്ഷെ പിതാവിനോട് ചേർന്നാണ് സന്തോഷിക്കുന്നത്. परंतु वो पिता के साथ मिलकर के खुशी मनाया. നമ്മളെ നശിച്ചു പോകുന്ന ഈ ഭൂമിയിലെ ഒരു സന്തോഷവുമായിട്ടല്ല കർത്താവ് നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. തീർന്നു പോകാത്ത നിത്യ സന്തോഷം കൊണ്ടാണ് ഒരു വിശ്വാസിയെ ദൈവം ബന്ധിപ്പിച്ചിരിക്കുന്നത്. प्रियो, इस दुनिया का नाशमान खुशी के साथ प्रभु ने हमको नहीं जोड़ा, परंतु प्रभु अनंत काल बना रहने वाला खुशियों के साथ हमें जोड़ा है. അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു വ്യക്തിയെ കാണാം. അതായത് ഈ മുടിയനായ പുത്രന്റെ മൂത്ത സഹോദരൻ പറയാണ്, അപ്പാ നീ എനിക്ക് എന്റെ കൂട്ടുകാരുമായി സന്തോഷിക്കാൻ ഒരാടിനെ തന്നില്ലല്ലോ. परंतु उसी घर में हम एक बड़ा बेटे को देखता है, वो पिताजी को क्या बोलता है, मेरे मित्रों के साथ खुशी मनाने के लिए तूने कभी मुझको एक भेंट भी नहीं दिया. ദൈവം നമ്മൾ പരമാനന്ദം കൊണ്ട് നിറയാനാണ് പൗലോസ് പറയുന്നത്. ജയിലിൽ കിടന്നപ്പോഴും പറയാണ് സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. प्रभु हमारे जीवन में ये चाहता है कि हम हमेशा आनंद रहे. जब पौलुस बंदीगृह में पढ़ा था तभी भी वो लिखता है कि तुम आनंद रहो, प्रभु में आनंद रहो, എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ്. हमेशा आनंद रहने के लिए. പക്ഷെ ആ റലം എവിടെയാണ്? परंतु वो कहाँ पर पड़े है? എന്റെ പിതാവ് സന്തോഷിക്കാത്ത ഒരു കാര്യത്തിലും ഞാൻ സന്തോഷിക്കയില്ല എന്നാണ് കർത്താവിന്റെ ഉറച്ച തീരുമാനം ഭൂമിയിൽ ജീവിച്ചപ്പോൾ. प्रियो, जब हमारा प्रभु यीशु मसीह जब ये दुनिया में जीवन बिताया तो पिता जिसमें आनंद नहीं मनाता था उसमें यीशु मसीह आनंद नहीं मनाते थे. എന്നിട്ട് കർത്താവ് പറയാണ്, എന്റെ പിതാവേ ഞാൻ ആത്മാവിൽ ആനന്ദിച്ച് പറയുന്നു, ഇത് ലോകത്തിന് ഇത് മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് നീ വെളിപ്പെടുത്തുമല്ലോ എന്ന് സന്തോഷിക്കുകയാണ് ചെയ്തത്. इसका मतलब क्या है कि प्रभु प्रार्थना में पिता से कहता है कि हे पिता, आपने ज्ञानियों से छिपा करके वो बच्चों को प्रकट किया, ये बात बोल करके वो आत्मा में आनंद मनाया. അപ്പോൾ നമ്മൾ തീമോഥെയോസ് പറയുന്ന യൗവനക്കാരത്തികളായ സ്ത്രീകളോട് പറയുന്ന ഒരു പ്രത്യേക വിഷയം, നിങ്ങൾ ഭർത്തൃപ്രിയരും വീട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുന്ന ബന്ധത്തിൽ പറയുകയാണ്, അവരെ പത്യോപദേശത്തിൽ വളർത്തി കുഞ്ഞുങ്ങളെ കർത്താവിന്റെ നാമത്തിലാക്കി തീർത്താൽ അങ്ങനെ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. നമ്മുടെ പ്രാണന്റെ രക്ഷയെ കുറിച്ചാണ് സഹോദരിമാരോട് പറയുന്നത്. यहाँ पर बहन लोगों को पौलुस बोलने के समय में मतलब अपने बच्चों को प्रभु की राहों पर चलाते हुए, बच्चों को जन्म देते हुए उस रीति में तो उद्धार पाएगा करके उनको बताता है. ഒരുപക്ഷെ അവർക്ക് വലിയ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാനൊന്നും അവസരം കിട്ടുന്നില്ല. शायद उनको बड़े बड़े प्रचार करने के लिए बड़े बड़े प्लेटफॉर्म नहीं मिलता होगा. അവർക്ക് അതുകൊണ്ട് അവരുടെ പ്രതിഫലം നഷ്ടമാകുന്നില്ല, തേജസ് നഷ്ടമാകുന്നില്ല. परंतु उन्हें मिलने वाला वो महिमा कभी नष्ट नहीं होता, തങ്ങളുടെ വീട്ടിൽ തന്നെ ആ നിധി ഇരിപ്പുണ്ട്. क्योंकि उनको घर में सेवकाई में ही वो धन रखा हुआ है. ആയതുകൊണ്ട് ഏത് സഹോദരിയും ഭർത്തൃപ്രിയരും മക്കളെ കർത്താവിനെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നവരുമാണെങ്കിൽ കർത്താവിന്റെ നാളിൽ അവൾക്ക് പ്രതിഫലം കിട്ടിയിരിക്കും, തേജസ്സിന്മേൽ തേജസ്. इसलिए वही स्त्री जन आप बड़ा प्रचार मंजिल में प्रचार नहीं किया, परंतु घर में आपके लिए प्रभु ने प्रबंध किया, अगर उसमें वो विश्वास योग्य रह करके कार्य करेगा तो उस दिन प्रभु उसको उस महिमा देगा. അപ്പൊ നമുക്കൊരു ഭയം ഉണ്ടാകണം. परंतु हमें एक डर चाहिए.
ഞാൻ എൻ്റെ നാവ് എൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. मैं मेरा ओठों को मेरी महिमा के लिए इस्तेमाल करता है क्या? പൗലോസ് അത് എബ്രായ ലേഖനത്തിൽ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് അവൻ സൗരവിവാസനയെ വഴിപാട് യാഗവുമായി തീർന്നു. जब हम एफेसियों का पत्री 5 अध्याय का दूसरा वचन में हम देखते हैं कि प्रभु हमारे लिए परमेश्वर के सामने एक सुगंधदायक बलिदान बना. അപ്പം അവൻ നമുക്ക് വഴിപാട് യാഗവുമായി തീർന്നപ്പോൾ जब हमारे लिए वो मतलब इस प्रकार भेंट चढ़ाया गया. അല്ല, അവിടെ രണ്ട് കാര്യമാണ്. കാരണം ഓഫറിങ് അവിടെ ഓഫറിംഗും ഉണ്ട്, സാക്രിഫൈസും ഉണ്ട്. वहां पर उन्होंने मतलब वो बलिदान भी किया और चढ़ावा भी चढ़ाया. ശിശു വായിച്ച്. और प्रेम में चलो. हाँ, भेड़ और बलिदान. ഓക്കെ. ഇതിന്റെ വ്യത്യാസം എന്താണ്? ये भेड़ और बलिदान का क्या फर्क है? ഒന്ന് രക്തം ചിന്തിയുള്ള യാഗത്തിനാണ് അവിടെ സാക്രിഫൈസ് എന്ന് പറയുന്നത്. यहाँ पर खून बहा करके उन्होंने मतलब ये जो बलिदान किया उसको बलिदान बोलते हैं. എന്നാൽ രക്തം ചിന്താതെയും ദൈവസന്നിധിയിൽ യാഗം ഉണ്ടായിരുന്നു. परंतु बिना खून बहा करके भी प्रभु को भेंट दे सकता था. അതിനാണ് നമ്മളിവിടെ വഴിപാടെന്ന് പറയുന്നത്. यहाँ पर हम उसको भेंट बोलते हैं. അപ്പൊ ഓഫറിംഗ് ആൻഡ് സാക്രിഫൈസ്. वहां पर बलिदान और भेंट या भेंट और बलिदान. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ 33 വർഷം ജീവിച്ചത് അത് എങ്ങനെയായിരുന്നു? മീൽ ഓഫറിംഗ്. अभी प्रभु यीशु मसीह इस दुनिया में 33.5 साल जीवन बिताया. वो एक मतलब भेंट था, एक प्रभु का ग्रहण योग्य भेंट था. അപ്പോൾ അത് എങ്ങനെയുള്ളതായിരുന്നു? वो कैसा भेंट था? നമ്മൾ സന്തോഷത്തിലും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ സ്നേഹത്തിലും നടക്കാൻ വേണ്ടിയാണ് കർത്താവ് സാക്രിഫൈസ് ആയതും ഓഫറിംഗ് ആയതും. हम लोग प्रभु का प्रेम में चलने के लिए प्रभु हमारे लिए भेंट बन गया और बलिदान बन गया. അപ്പൊ നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ഈ ഭൂമിയിലെ 33 വർഷത്തെ ജീവിതം ഒരു വഴിപാടായിരുന്നു എന്നാണ് നമ്മൾ തിരുവനന്തപുരം വായിക്കുന്നത്. यहाँ पर प्रभु यीशु मसीह का ये दुनिया का जीवन 33.5 साल का जीवन एक भेंट था करके हम लोग यहाँ पर देखते हैं. നമുക്ക് ലേവ്യ പുസ്തകം, जब हम लेवियों का किताब ലേവ്യ പുസ്തകം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാം. उसका दूसरा अध्याय का 11 वचन पढ़ेंगे. लेवी उसका दूसरा अध्याय का 11 वचन. कोई अन्न बलि जिसे तुम यहोवा के लिए चढ़ाओ खमीर मिलाकर बनाया न जाए. तुम कभी हवन में यहोवा के लिए खमीर और मधु न जलाना. ഇവിടെ ദൈവം വളരെ വ്യക്തമായ ഒരു തത്വം പറയുകയാണ്. यहाँ पर प्रभु ने क्लियर एक व्यवस्था बताता है. എന്താണെന്നറിയാമോ? वो क्या है मालूम है? നിങ്ങളുടെ യാഗങ്ങളിൽ ഒന്നും തേൻ ചേർക്കാൻ പാടില്ല. आपके कोई भी चढ़ावों में मतलब कभी भी मधु नहीं मिलाना. ഇത് തേൻ നല്ലതല്ലേ? क्या मधु अच्छा नहीं क्या? എന്താ തേന് നമ്മള് കർത്താവിന്റെ വചനത്തിൽ അല്ലെങ്കിൽ മന്നയെ കുറിച്ച് പറയുമ്പോൾ അത് തേൻ ചേർത്ത ദോശയാണെന്നാണ് വായിക്കുന്നത്. जब मन्ना का बारे में जब आप पढ़ता है तो वो मधु मिलाया हुआ वो दोषा था करके कहा पड़ता है. തന്നെയല്ല, മോശയും അഹരോനും ചെന്ന് പ്രസംഗിച്ചത് ദൈവം അവരോട് പറഞ്ഞത് നിങ്ങളൊക്കെ കനാൻ ദേശം എന്ന് പറഞ്ഞാൽ കനാൻ ദേശത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ പാലും തേനും ഒഴുകുന്ന ദേശം. जब मोशे और अरोन आकर के इस्राएल लोगों को जो कहा था प्रभु हमें एक देश देने जा रहा है, वो कनान देश है, वो दूध और मधु बहने वाला देश है. അപ്പൊ തേൻ എങ്ങനെയാണ് അത് ദോഷമായി തീരുന്നത്? इसका मतलब वो मधु कैसा बुरा बनेगा? അതുകൊണ്ടാണ് നമുക്ക് വചനത്തിൽ പലയിടത്തും വെള്ളം എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥമുണ്ട്. इसी प्रकार जैसे पानी में आत्मीय दीदी में कई अर्थ है. അപ്പൊ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് ചെയ്ത പ്രവൃത്തിയിൽ ആദ്യം ചെയ്തത് കാനാവിലെ വെള്ളം വീഞ്ഞാക്കിയായിരുന്നു. हाँ, प्रभु का महिमा प्रकट करने के लिए सबसे पहले खाना का शादी में पानी को दाकरस बनाया. അതിന്റെ അർത്ഥം എന്താണ്? अर्थ क्या है? യേശു അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവനാണെന്ന് തെളിയിക്കുകയല്ല, അതിനകത്ത് പിന്നെ വേറൊരു ആത്മീയ അർത്ഥമുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുന്നു എന്നുള്ളതാണ്. കാരണം വെള്ളം മരണത്തെ കാണിക്കുന്നു. इसका मतलब प्रभु यीशु मसीह चमत्कार कर सकता है या अद्भुत कार्य कर सकता है, वो प्रकट करने के लिए नहीं, परंतु पानी और दाकरस क्या बताता है? पानी मृत्यु को दिखाता है और दाकरस जीवन को दिखाता है. मृत्यु से जीवन में लाने वाला करके बताता है. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നമ്മളെ യേശു ക്രിസ്തു ഉയർപ്പിക്കുന്ന കാര്യമാണ് അവിടെ. ये हम पाप और अतिक्रम के कारण मरे हुए थे, हमको प्रभु यीशु मसीह जिलाएगा, वो बात को वहां पर दिखाता है. അപ്പോൾ ഇവിടെ അതേ സമയത്ത് വെള്ളം എന്ന് പറയുമ്പോൾ അത് അവിടെ വെള്ളം ന്യായവിധിയെ അല്ലെങ്കിൽ മരണത്തെ കാണിക്കുമ്പോൾ വെള്ളം പലപ്പോഴും തിരുവചനത്തെ കാണിക്കുന്നുണ്ട്. अभी यहाँ पर मतलब पानी मृत्यु को या प्रभु का न्याय को दिखाता है, परंतु इसके साथ साथ पानी प्रभु वचन कभी कभी जीवन जल को भी दिखाता है.
എന്റെ പിന്നാലെ ഒരുവൻ വരുവാൻ ഇച്ഛിച്ചാൽ അവന്റെ ഉള്ളിൽ നിന്നും ജീവധീരുറവ പൊട്ടിപ്പുറപ്പെടുമെന്നാണ് നമ്മൾ വായിക്കുന്നത്. हाँ, प्रभु से प्राप्त करने वालों के अंदर से जीवन का नदियां बहेगा करके प्रभु ने कहा. ഇവിടെ ഈ തേൻ എന്ന് പറയുന്നതിന് ഒരു ആത്മീയ അർത്ഥമുണ്ട്. ये जो मधु जो है उसका एक आत्मिक अर्थ भी है. നമുക്കത് പ്രോവർബ്സ്, അതായത് സദൃശ്യവാക്യം, नीति वचन അതിന്റെ 25 അധ്യായം 25 अध्याय 25 27 വായിച്ചേട്ടെ. 25 अध्याय का 27 वचन पढ़ेंगे. बहुत मधु खाना अच्छा नहीं, അടുത്ത വാക്യം. परंतु कठिन बातों की पूछपाछ महिमा का कारण होता है. പ്രിയമുള്ളവരെ, നമ്മുടെ അത് അങ്ങനല്ല ആ വാക്യം വരേണ്ടത്. ये वचन ऐसा नहीं आना चाहिए. നമ്മൾ വായിക്കുന്നത് ടു ഈറ്റ് ടു മച്ച് ഹണി ഈസ് നോട്ട് ഗുഡ്. ഇതിന്റെ അടുത്ത വാക്യം, ഇറ്റ് ഈസ് നോട്ട് ഹോണറബിൾ ദ പേഴ്സൺ ഹു സ്പീക്ക് ഫോർ ഹിംസെൽഫ്. തനിക്ക് വേണ്ടി ഒരുവൻ സംസാരിക്കുന്നെങ്കിൽ അത് തേൻ തിന്നുന്നതിന് തുല്യമാണെന്നാണ്. यहाँ पर वो बात इस रीति में आना चाहिए. बहुत मधु खाना अच्छा नहीं, उतना ठीक है, परंतु उसके आगे जो है मतलब अपने लिए अधिक बात करने वाला अच्छा नहीं. ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ചൂടൊന്ന് മാറ്റാവോ? ഓക്കെ. ഇവിടെ വായിക്കുന്നത് ദ പേഴ്സൺ ഹു സ്പീക്ക് ഫോർ ഹിസ് ഓൺ ഗ്ലോറി ഈസ് നോട്ട് എ ഗ്ലോറി. बोलने का अर्थ वो अपनी महिमा के लिए जो भी व्यक्ति बात करता है वो बिल्कुल अच्छा नहीं. നമ്മളെ ക്രിസ്തുവിനെ മഹിമ പ്രാപിക്കാൻ പോവുകയാണ്. हम प्रभु की महिमा पाने जा रहा है. അപ്പോൾ ഒരുവൻ തന്റെ മഹത്വത്തിന് വേണ്ടി സംസാരിച്ചാൽ ആ ഗ്ലോറി നഷ്ടപ്പെടും. परंतु एक व्यक्ति खुद की बढ़ाई के लिए महिमा के लिए बात करेगा तो मिलने वाला महिमा नष्ट हो जाएगा. അപ്പൊ ആ അർത്ഥത്തിൽ തേൻ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. യേശു തേൻ കഴിച്ചിട്ടില്ല. इस अर्थ में यीशु मसीह के जीवन में मधु नहीं था. അതുകൊണ്ടാണ് കർത്താവിന്റെ എല്ലാ യാഗങ്ങളിലും इसलिए प्रभु का जो भी इसी प्रकार का भेड़ में തേൻ ചേർക്കാൻ പാടില്ല. मधु नहीं मिलाना, പ്രത്യേകിച്ച് ഭോജനയാഗം. खास करके मतलब इस भोजन का भेड़ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. मतलब यहाँ पर क्लियर कहता है. അതായത് എന്നാൽ ഇവിടെ നമ്മള് അപ്പോൾ തന്നെ നമ്മുടെ വചനത്തിൽ പലയിടത്തും പറയുന്നുണ്ട് തേൻ നല്ലതാണ്, തിരുവചനം നല്ലതാണ്. ആ അർത്ഥം ഏതാണ്? मतलब बहुत जगह पर हम वचन के बारे में बोलता है कि मधु अच्छा है या वचन अच्छा है. അതിന്റെ അർത്ഥം എന്താണ്? इसका अर्थ क्या है? അതിന്റെ തേൻ കാണിക്കുന്നത് ഈ ഒരു വേൾഡ്ലി മേൻ അല്ലെങ്കിൽ ഒരു പ്രാകൃത മനുഷ്യനെയാണ് കാണിക്കുന്നത്. मतलब ये जो मधु इस रीति में देखेगा तो वो एक स्वाभाविक जन को दिखाता है. അതായത് നമുക്ക് ശിംശോൻ എങ്ങനെയാണ് ദൈവത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടത്? हम अगर देखेगा तो शिमशोन को उसका सामर्थ्य कैसे चला गया. നമ്മൾ ചിന്തിക്കുന്നത് അവന്റെ മുടി മുറിച്ചു കഴിഞ്ഞപ്പോഴാണ് ശക്തി നഷ്ടപ്പെട്ടത്. शायद हम सोचेगा कि उसका बाल काट गया इसलिए उसका सामर्थ्य चला गया. എന്നാൽ ഒരു ചത്തുപോയ ഒരു സിംഹത്തെ അവൻ തൊട്ടപ്പോൾ അതിലെ തേൻ എടുത്ത് തിന്നപ്പോൾ അവൻ എന്ത് സംഭവിച്ചു? അവന്റെ ശക്തി നഷ്ടപ്പെട്ടു. കാരണം ഒരു നാസിർ വ്രതക്കാൻ തേൻ തിന്നാൻ പാടില്ല. परंतु हम देखते हैं कि उसका सामर्थ्य कब चला गया, जब उन्होंने वो मरा हुआ सिंह का हड्डी में पड़ा हुआ जो मधु खाया था उस समय में वो नष्ट हो गया. क्योंकि एक नासिर व्रत का व्यक्ति कभी भी मधु नहीं खाना चाहिए था. അപ്പൊ നമ്മൾ നേരത്തെ വായിച്ചു, ഈ ലോകത്തിന്റെ സന്തോഷം അനുഭവിക്കുന്നത് അവർക്ക് തേൻ പോലെയാണ്. मतलब हमने पहले भी देखा है कि इस दुनिया की कुछ ऐसा बात खुशियों को पाना उनके लिए मधु जैसा है. നമ്മൾ മോശയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അവൻ വളർന്നു വന്ന കൊട്ടാരം, अगर हम मूसा का बारे में पढ़ेगा तो जो मूसा का पालन पोषण हुआ महल, എന്നാൽ അവൻ ഈ ലോകത്തിൻ്റെതായ അല്ലെങ്കിൽ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും हम देखते हैं कि थोड़ी समय की इस दुनिया की इस नैमिषिक सुख विलासों से बढ़कर അവൻ പ്രതിഫലം നോക്കിയത് കൊണ്ട് उन्होंने प्रतिफल को देखा, इसलिए തന്റെ ജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കാൻ अपने लोगों के साथ कष्ट सहना चुन लिया. അവൻ അത് തിരഞ്ഞെടുത്തു. उन्होंने वो चुन लिया. അപ്പോൾ ഈ ലോകത്തിന്റെ കാര്യം നമ്മൾ ആസ്വദിക്കുന്നെങ്കിൽ തേൻ തിന്നുന്നവരാണ്. यदि हम ये दुनिया की बातों का अगर हम अनुभव लेता है तो हम मधु पीने वाला है. അതിന്റെ അർത്ഥം इसका अर्थ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നവരാണ്. वो खुद की महिमा चाहते हैं. അത് യേശു ക്രിസ്തുവിന്റെ ഭോജനയാഗത്തിലുമില്ല, वो प्रभु यीशु मसीह की उस भोजन की भेड़ में भी नहीं. മറ്റ് പാപയാഗം, അകൃത്യയാഗം, ഹോമയാഗം, കരപൂർണയാഗം അങ്ങനെ പറയുന്ന 6 യാഗത്തിലും അല്പം പോലും തേന്റെ മയമില്ല. जब जितना भी मतलब भेड़ के बारे में कहा गया उन 6 भेड़ों में हम देखते हैं कि इसमें मधु नहीं मिलाया जाता. നമ്മള് കർത്താവിന്റെ ആ നേരിയ മാവ് കൊണ്ടുള്ള അവന്റെ ആ ജീവിതം അതിൽ അല്പം പോലും തരി പാടില്ല. मतलब प्रभु का इतना पवित्र जीवन में उसमें थोड़ा भी
मतलब मोटा ईसान नहीं होना चाहिए, അപ്പോൾ അതേ സമയത്ത് നമുക്ക് പ്രശംസ വേണ്ടേ? परंतु हमारा प्रशंसा नहीं चाहिए क्या? വേണം. चाहिए. എന്നാൽ എന്താണ് 27:2 വായിക്കാം. പ്രോവർബ്സ് 27:2. हाँ, जब हम नीति वचन उसका 27 का 2 पढ़ेंगे उसके लिए, അവിടെയും നമ്മളൊക്കെ മലയാളം ട്രാൻസ്ലേഷൻ ഒരു പ്രോപ്പറായ അർത്ഥം അവിടെ വിശദീകരിക്കുന്നില്ല. मलयालम परिभाषा में उसको सही रीति में नहीं कहता. अब हिंदी सुने. तेरी प्रशंसा और लोग करे तो करे, परंतु तू अपना आप न करना, दूसरा तुझे. ഹിന്ദി ശരിയാണ്. हिंदी में बराबर आया. ഓക്കെ, let someone else praise you, मतलब दूसरे लोग तुम्हारा प्रशंसा करें, not your own mouth. तुम अपने मुंह से ना कहे. എന്റെ അർത്ഥം എന്താണ്? വേറൊരാൾക്ക് പ്രശംസിക്കാം. വേറൊരാൾ ആരാണ്? കർത്താവ് പ്രശംസിക്കുന്നവനാണ് യഥാർത്ഥ പ്രശംസ. നമ്മള് റോമലേഖനം 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യം ഒന്ന് വായിക്കാം. ആ വാക്യത്തിലുള്ളത് हम रोमियो का पत्र 2 अध्याय के आखिरी वचनों में हम वो बात को पढ़ सकता है, परंतु ये बात को याद रहना, दूसरा तुझे सराहे तो सराहे, परंतु तू अपनी सराहना ना करना या ना चाहना. ഇതാണ് പരിച്ഛേദനയുടെ അർത്ഥം. ये है जो कथना का सही अर्थ. നാം ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടപ്പോൾ जब हम भी विश्वास के द्वारा प्रभु यीशु मसीह के साथ सूली पर चढ़ाया गया, ആ പ്രാകൃത മനുഷ്യൻ, वो उस स्वाभाविक मनुष्य, ആ സ്വയം മഹത്വം തേടുന്നവൻ, वो खुद का महिमा चाहने वाला मनुष्य, ആ തേന്റെ അനുഭവം, उस मधु का अनुभव का व्यक्ति, ആ മരിച്ചു. वो मर गया. എന്നിട്ട് ആരാണ്? अभी फिर कौन है? ദൈവത്തിന് പ്രശംസ കിട്ടുന്ന ഒരു പുതിയ മനുഷ്യനായി നമ്മളെ ഉയർത്തെഴുന്നേൽക്കുക. परमेश्वर को सारे बातों में महिमा मिलने वाला एक व्यक्ति होकर के हमने जी उठा. ഇതാണ് കർത്താവ് പറഞ്ഞത്, ഒരുവൻ എന്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരണം. इसलिए प्रभु ने कहा कि यदि कोई मेरे पीछे आना चाहे तो अपने आप को इनकारे और अपनी सूली लेकर मेरे पीछे बोले. നമ്മൾ ചിന്തിക്കുന്നത് സ്വയമായിട്ട് ത്യജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ TV കാണുന്നത് ഇനിയില്ല, അല്ലെങ്കിൽ ഇനിയും വില കൂറിയ വസ്ത്രമൊന്നും ധരിക്കത്തില്ല, ഞാൻ വളരെ ദരിദ്രനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാലും ഉള്ളിൽ എന്താണ്? എനിക്ക് മനുഷ്യരുടെ ഇടയിൽ മഹത്വം കിട്ടണം. കാരണം ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുന്നല്ലോ. हम लोग कई बार क्या सोचते हैं कि अभी आगे को हम पिक्चर नहीं देखेंगे, मूल्यवान कपड़ा नहीं पहनेंगे, एक सादा रीति का जीवन बिताएंगे. इस प्रकार सोचने के टाइम पर भी हमारे अंदर वो इच्छा रहता है. ഈ ആത്മീയ രീതിയിലൂടെയും സ്വയം മഹത്വം എടുക്കുന്ന ഒരു പ്രവണത സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ, അതെല്ലാം പരിശുദ്ധാത്മാവിലാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ആത്മാവ് അന്നേരം നമുക്ക് വെളിപ്പെടുത്തും നമ്മുടെ കുറവ്. നീ തേൻ തിന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉടനെ ശാസിക്കും. आत्मिक जीवन में भी आत्मिक घमंड इस प्रकार का आकर के तूने मधु खाया है कि नहीं, ये प्रभु के आत्मा में रहेगा तो आत्मा में प्रकट करेगा. കാരണം ഈ സ്വയം പ്രശംസയ്ക്ക് എതിരെയാണ് നമ്മൾ എല്ലാ രഹസ്യത്തിൽ ചെയ്യണമെന്ന് പറയുന്നത്. इसका मतलब ये जो अपना खुद की बढ़ाई के खिलाफ में हम हर एक बात जब प्रभु ने कहा कि तुम रहस्य में करना, गुप्त रीति में करना. വിശ്വാസികൾ ഉപവാസം എടുക്കണം. विश्वासी लोग भी उपवास करना चाहिए. പക്ഷെങ്കിൽ അത് എല്ലാവരെയും വിളിച്ചറിയിച്ച് ഞാൻ ഇന്ന ദിവസം ഇത്രയും തീയതി ഞാൻ ഉപവാസത്തിൽ ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ പ്രശംസ കിട്ടാൻ വേണ്ടി തേൻ ഒരുപാട് തിന്നുകയാണ്. परंतु अगर हम सबको बताते हैं कि मैं पुराना डेट को मैं उपवास करने जा रहा हूँ, इसका मतलब क्या है कि हम मधु पी रहा है, हम प्रशंसा ले रहा है. എന്നാൽ കർത്താവിന്റെ ആത്മാവ് നിർദ്ദേശിച്ചിട്ട് ഭാര്യ പോലും അറിയാതെ ഉപവാസം എടുക്കുന്ന അവർക്ക് കിട്ടാൻ പോകുന്ന പ്രശംസ എന്തായിരിക്കും? परंतु प्रभु की आत्मा की चाहत के अनुसार अपनी पत्नी को भी ना मालूम होते हुए उपवास करता है तो उसको मिलने वाला प्रतिफल कितना महान रहेगा. Praise the Lord. Praise the Lord. നമ്മുടെ രഹസ്യ ജീവിതം ക്രിസ്തുവുമായിട്ട് ഒരു വിധത്തിലെ രഹസ്യമല്ല. जो हमारा जो गुप्त जीवन जो है वो प्रभु के साथ कभी भी गुप्त नहीं. കാരണം നമ്മൾ കർത്താവുമായിട്ട് ഭയങ്കരമായ, കാരണം നമുക്ക് ഈ സംസാരത്തിലൂടെ നമുക്ക് മഹിമ നഷ്ടപ്പെടുകയും ചെയ്യും, സംസാരത്തിലൂടെ മഹിമ നേടിയെടുക്കുകയും ചെയ്യാൻ കഴിയും. हम लोग कई बार कई बातों के द्वारा हम अपनी महिमा को नष्ट भी कर सकता है और हम उसका लाभ भी उड़ा सकता है. നമ്മൾ വായിക്കുകയാണ്, അതായത് നമ്മള് മോശയെ കുറിച്ച് നമ്മൾ വായിക്കണ്ട, വാക്യം എടുക്കണ്ട, നമ്മള് വേണമെങ്കിൽ ആ വാക്യം എടുക്കാം. അതായത് പുറപ്പാട് പുസ്തകം 34-34 വാക്യം, 34-34 മോശ निर्गमन का किताब उसका 34 अध्याय का 34 वचन में, निर्गमन एक्सोडस चैप्टर 34 वहां पर मोशा के बारे में हम पढ़ता है. മോശ കർത്താവിനോട് സംസാരിക്കാൻ വേണ്ടി സമാഗമന കൂടാരത്തിലെ പ്രവേശിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ മൂട് കൂടെ മാറ്റും. जब मोशा उस मिला वाला तंबू में प्रभु के साथ बात करने के लिए जब प्रवास करता है, उस समय में अपने मुंह से वो पर्दा हटाता है. അപ്പോൾ എന്ത് സംഭവിക്കും? उस समय में क्या होता? അവൻ തേജസ് കൊണ്ടങ്ങ് നിറയും. वो प्रभु की महिमा से भर जाता है. അതായത് അവൻ കർത്താവിനോട് സംസാരിക്കുമ്പോഴെല്ലാം जब भी वो प्रभु के साथ बात करते थे, എന്ത് സംഭവിക്കും? वो उस समय में क्या करते थे? മൂടോടമില്ല. वो सामने से अपना पर्दा हटाते थे. അപ്പൊ കർത്താവ് അവനോട് സംസാരിക്കുകയും
അവൻ കർത്താവിനോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവൻ അറിയാതെ തന്നെ അവന്റെ ത്വക്ക് പ്രകാശിച്ചു. अभी प्रभु से जब मौसा बात करता था या मौसा से प्रभु बात करता था, उस समय में मौसा जाने अनजाने उसकी चेहरा चमकता था. കാരണം അവനെ കർത്താവിൽ നിന്ന് സംസാരിച്ച് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? जब प्रभु से बात करके जब बाहर निकलते थे उस समय में क्या होते थे? 34:35 उसका 34 का 35 वजन. इसराइल मूसा का चेहरा देखते हैं कि उनके किरण निकलती है. നോക്കുക. അപ്പോൾ എങ്ങനെയാണ് മോശയ്ക്ക് നേരത്തെ ഇത് ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നു? क्या ये कैसा है? मौसा जन्म होने के समय में ऐसे था क्या? ഇല്ല. नहीं. ഇത് തേജോമയനായ ദൈവവുമായിട്ട് സംസാരിക്കുമ്പോൾ ആ ദൈവത്തെ പോലെ അവനെ ആക്കി തീർക്കാൻ അവൻ അറിയാതെ തന്നെ സംസാരത്തിലൂടെ തേജസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. जब परमेश्वर के संबंध में आने वाला व्यक्ति प्रभु के साथ बातें करने के समय में वो व्यक्ति ना जानते हुए उसकी किरण उसमें निकलती थे, वो महिमा से भर जाती थी. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഒരു യഥാർത്ഥ വിശ്വാസി ഇത് സംഭവിക്കുന്നുണ്ട്. एक सच्चा विश्वासी प्रभु की संगति में रहने के समय में इसी अनुभव को पाते हैं. അവൻ സെക്കൻഡ് വെച്ച് തേജസ് പ്രാപിച്ചുകൊണ്ടിരിക്കുക. കാരണം അവന് ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുമ്പോൾ ഇവന് മിനിറ്റ് വെച്ച് ഭയങ്കര ഡോളർ നേടിക്കൊണ്ടിരിക്കുക. वो एक एक सेकंड में प्रभु के संगति में रहने के समय में वो बहुत बड़ा धन को प्राप्त कर रहा है. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നത്. इसलिए हम दूसरा कोरिन्थी 3 अध्याय का 18 वचन की आखिरी भाग में पढ़ता है. ദൈവം തന്റെ പുത്രന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് 1 കൊരിന്ത്യർ 1:9 വായിക്കുന്നുണ്ട്. जब हमारा बुलाने वाला परमेश्वर विश्वास योग्य परमेश्वर है करके 1 कोरिन्थी 1 अध्याय का 9 वचन में हम पढ़ता है. കാരണം കർത്താവുമായിട്ട് എപ്പോഴും സംസാരിച്ച് തേജസ് പ്രാപിക്കാനാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. പക്ഷെ കർത്താവിനോട് മാത്രം മിണ്ടത്തില്ല. ലോകത്തിലുള്ള എല്ലാവരോടും 24 മണിക്കൂറും ടെലിഫോണിലാണ്, എപ്പോഴും സംസാരമാണ്. बहुत लोग प्रभु के साथ बात करना चाहिए, परंतु बहुत लोग प्रभु से बात नहीं करता. परंतु बात करता है. किससे बात करता है? दुनिया से बात करता है. कैसे बात करता है? फोन से बात करता है. അപ്പൊ 18-ാം വാക്യം വായിക്കുകയാണ്. परंतु हम प्रभु के जन के बारे में हम पढ़ता है उसका 1 कोरिन्थी 3 का 18 में आखिरी में. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് वहां पर हम क्या देखता है? पढ़िए. हम उसी तेजस्वी रूप में अंश अंश करके बदलते जाते हैं. हाँ. എവിടെ? സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാണോ? मतलब ये क्या स्वर्ग में जाने के बाद की अवस्था है क्या? ഈ ബദലത്താഹേ അത് എവിടെയാണ്? ഇപ്പോൾ യേശുക്രിസ്തുവുമായിട്ട് സംസാരത്തിൽ എന്റെ സംസാരം എനിക്ക് തേജസ് ഉണ്ടാക്കും. മോശയുടെ സംസാരം മോശയുടെ ശരീരത്തിൽ തേജസ് ഉണ്ടാക്കി. मतलब ये बातचीत हमें महिमा लाएगा. मूसा प्रभु के साथ जब बात किया, प्रभु मूसा के चेहरे में वो महिमा लाया. അപ്പോൾ പക്ഷെങ്കില് നമുക്ക് ഇവിടെ ഒരു വലിയൊരു പ്രശ്നം സംഭവിച്ചു. परंतु यहाँ पर एक बड़ा समस्या हुआ. അവര് മോശയുടെ മുഖത്ത് തേജസ് കണ്ടപ്പോൾ അവര് പറയാൻ തുടങ്ങി, മോശയെ പോലൊരു ഭക്തനാരുള്ളൂ. अभी यहाँ पर मूसा के चेहरा ऐसा चमकने लगा तो वो लोग बोलने लगा, मूसा के जैसा एक भक्त कौन है? അതാണ് കർത്താവിനോട് അവർ പറയാണ്, യൂദന്മാർ പറയാണ്, ഞങ്ങളുടെ മോശയോട് ദൈവം സംസാരിച്ചു, നിന്നോട് സംസാരിച്ചു തെളിവെന്താ? इसलिए हमारे प्रभु यीशु मसीह के साथ बात करने के समय में यहूदी लोग बोलता है कि हम ये जानते हैं कि मूसा के साथ प्रभु ने बात किया, पिता ने बात किया. എന്നാൽ ദൈവം അന്ന് മോശ ദൈവത്തോട് സംസാരിച്ചപ്പോൾ അവന്റെ മുഖത്ത് പ്രകാശിച്ച ആ തേജസ് മരണ ശുശ്രൂഷയിൽ കൂടെ കിട്ടിയതാണെന്നാണ് വായിക്കുന്നത്. നമ്മൾ വായിക്കാം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. जब 2 कोरिन्थी 3 का 7 वचन में हम देखते हैं कि मूसा को ये जो महिमा मिला वो मृत्यु की सेवकाई करते वक्त मिला करके हम लोग 2 कोरिन्थी 3 का 7 में पढ़ता है. അവിടെ മരണ ശുശ്രൂഷ എന്ന് വായിക്കുന്നുണ്ട്. वहां पर हम देखते हैं कि मृत्यु की एक वाचा या मृत्यु की सेवकाई. अभी बोलने का अर्थ मृत्यु की सेवकाई. എന്നാൽ അത് വായിക്കുന്നു, അത് നീക്കം വരുന്ന തേജസ്സാണ്. वो बदल जाने वाला एक महिमा था. 7-ാം വാക്യം വായിച്ചേ. उसका 7 वचन पढ़िए. यदि मृत्यु की वह वाचा जिसके अक्षर पत्थरों पर खोदे गए थे यहाँ तक कि तेजोमय हुई कि मूसा की मुंह पर के तेज के कारण जो घटा भी जाता था, इसराइली उसके मुंह पर की दृष्टि नहीं कर सकते थे. ഇനി 9-ാം വാക്യം വായിക്കുകയാണ്. उसका 9 वचन में पढ़ता है. क्योंकि जब दोषी ठहराने वाली वाचा तेजोमय थी तो धर्मी ठहराने वाली वाचा और भी तेजोमय क्यों न होगी?
അപ്പോൾ ഇന്ന് പുതിയ നിയമത്തിൽ ഒരു വ്യക്തി യേശുക്രിസ്തുവിനോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന തേജസ് പോലെ അല്ല മോശ കിട്ടിയ തേജസ്. देखिए आज नया नियम की पवित्र लोग जो प्रभु के साथ जो बातें करने के टाइम पर मिलने वाला वो तेज नहीं था जो मोशे को मिला हुआ तेज. കാരണം സംസാരം കൊണ്ട് തേജസ് നേടിയെടുക്കുന്ന വിഷയമാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. യേശുവിന്റെ മഹത്വം പ്രാപിക്കാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തപ്പോൾ ഇന്ന് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ തേജസ് ഉളവാക്കുന്നു. അതേ സമയത്ത് പരിജ്ഞാനമില്ലെങ്കിൽ നമ്മൾ തേജസ് നഷ്ടമാക്കുകയും ചെയ്യും. मतलब ये बातों को सुनने के द्वारा मिलने वाला उस महिमा का बारे में कह रहा है. यदि हम अगर हमारा बोलने वाला बोली अगर सही रीति में आत्मा से नहीं है तो वो तेज को बिगाड़ देगा, और आत्मा से है तो वो तेज को बढ़ा देगा. അപ്പോൾ പിന്നെ താപ്പോട്ട് നമ്മൾ വായിക്കുകയാണ്. जब हम नीचे पढ़ता है അതിന്റെ അടുത്ത വായിക്കുന്നത്, എന്നാൽ മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും ഒരു മൂടുപടം അവരുടെ മുഖത്ത് കിടക്കുന്നു. परंतु मूसा की किताबें जब तक पढ़ते हैं वहां पर एक पर्दा पड़ा है करके हम पढ़ता है. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ എന്ന മോശയുടെ പുസ്തകം മോശ എന്ന് പറഞ്ഞാൽ അർത്ഥം മോശയുടെ പുസ്തകം വായിച്ചു എന്നതിന്റെ ആ പഴയ നിയമം വായിച്ചു അർത്ഥമില്ല. അവർ വായിച്ചത് മോശയാണ്. റീഡ് മോസസ്. അവിടെ വേണം ഇംഗ്ലീഷിൽ നമുക്ക് അതിന്റെ അർത്ഥം വായിക്കാം. वहां पर हम देखते हैं कि उन लोगों ने पुराना नियम को पढ़ा ऐसा नहीं, एक्चुअली देखेगा तो उन्होंने मोशे को पढ़ा. മോശയ്ക്ക് തേജസ് കൊടുത്ത കർത്താവിനെ അല്ല വായിച്ചത്. वे लोगों ने जो प्रभु ने महिमा मोशे को दिया उस प्रभु को नहीं पढ़ा. മോസസ് ഈസ് റീഡ്. അവർ വായിച്ചത് ആരെയാണ്? उन्होंने किसको पढ़ा? മോശയ്ക്ക് തേജസ് കൊടുത്ത ദൈവത്തെ വായിച്ചു മനസ്സിലാക്കിയില്ല. उन्होंने जो प्रभु ने मोशे को महिमा दिया उस प्रभु को नहीं पढ़ा. മോശയെ മനസ്സിലാക്കാൻ വായിച്ചു. उन्होंने मोशा को जानने के लिए पढ़ा. അവരുടെ ഹൃദയം കഠിനപ്പെട്ടു. इसलिए उनका हृदय कठोर हो. അപ്പോൾ ഈ പറയപ്പെടുന്ന മൂടുപടം എന്താണ്? इसका मतलब ये पर्दा क्या है? നമ്മുടെ മഹത്വത്തിനു വേണ്ടിയോ നമ്മുടേതായിരിക്കുന്ന സ്വന്തം കാര്യത്തിനു വേണ്ടിയോ വേദപുസ്തകം വായിച്ചാൽ ഒരു മൂടുപടം കിടപ്പുണ്ട്. प्रियो, यदि हम अपनी महिमा के लिए हमारी प्रशंसा के लिए अगर हम वचन पढ़ता है तो वहां पर एक पर्दा पड़ा है. നമുക്കറിയാം, നമുക്ക് ഒരുപാട് വേദപുസ്തകത്തിലെ ആ പടം ഈ വാക്യമൊക്കെ മനസ്സിലാകാത്ത രീതിയിൽ ഗ്രീക്ക് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് പ്രസംഗൻ എന്തോ വലിയൊരു ആളാണെന്ന് കാണിക്കാൻ വേണ്ടി സംസാരിക്കുമ്പോൾ ഒരു മൂടുപടം അപ്പോഴും കിടക്കുക. यहाँ पर वो वचन में ऐसा नहीं, ग्रीक में ऐसा लिखा, इब्राय भाषा में ऐसा लिखा, ये सब बताते हुए बोलने के समय में जाने अनजाने एक पर्दा उनके सामने है. നമുക്കത് അങ്ങനെ ചെയ്യരുത്. തീർച്ചയായിട്ടും നമ്മൾ ഒറിജിനൽ ഗ്രീക്ക് ഒക്കെ എടുത്ത് വായിച്ചു, പക്ഷേ ദൈവത്തിന് മഹത്വം കിട്ടുന്ന രീതിയിൽ ആത്മപ്രേരണയിലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. हम ऐसा नहीं बोलना, ऐसा नहीं बोलो, परंतु हर एक बातों में प्रभु को महिमा मिलना चाहिए. അപ്പോൾ ഈ മോശയുടെ കാര്യം കർത്താവ് ഇവർ പറയാണ്, നീ ഒന്നുമില്ല, ഞങ്ങളുടെ മോശയാണ് വലുത്. मतलब अभी यहूदी लोग प्रभु यीशु को देखा तो यीशु मसीह में ऐसा कोई उन्होंने विशेषता नहीं पाया. वो बोलता है कि हमारा मोशा तुमसे बहुत बड़ा है. അപ്പം അവർ പറയാ, ഞങ്ങൾക്ക് മോശ സ്വർഗത്തിൽ നിന്ന് മന്ന തന്നല്ലോ. और वो प्रभु से कहता है कि मोशा ने हमको मतलब स्वर्ग से मन्ना दिलाया. കർത്താവ് ദയനീതിയാണ് തോന്നുന്നത്. उनको देख करके प्रभु को तरस आया. എന്റെ സഹോദരന്മാരെ, അത് മോശയാണോ കൊടുത്തത്? प्रियो, क्या मोशे ने ये मन्ना दिया क्या? എന്റെ പിതാവല്ലേ? वो मेरा पिता ने दिया. ആ മോശ കൊടുത്തവരൊക്കെ അപ്പം നിന്നവരെല്ലാം മരിച്ചു പോയില്ലേ? वो मोशे के द्वारा मन्ना मिला, वो खाया और वो नहीं मर गया. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഞാനാണ്. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാണ്. और यीशु मसीह यहाँ पर यहूदियों को कहता है कि स्वर्ग से उतर आया हुआ जीवन की रोटी मैं हूं. तुम जो मुझे खाएगा हमेशा जीवित रहेगा, क्योंकि मेरा खाना वो सच्चा रोटी है, मेरा पीना सच्चा മധു. അവർ മന്ന തിന്നപ്പോൾ അവരൊക്കെ വാസ്തവത്തിൽ ദൈവമാണ് ഈ മന്ന തന്നതെന്നുള്ള വിശ്വാസം വരാതെ മോശയാണ് തന്നതെന്നുള്ള രീതിയിലായി പോയി. वे लोगों ने जब मन्ना खाया तो उनका विश्वास क्या था? वो प्रभु ने दिया, ऐसा नहीं मोशा ने दिया, वो विश्वास उनका था. പ്രിയമുള്ളവരെ, ഇന്നും നമ്മൾ ഈ വചനം പറയുമ്പോൾ, ഓ ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ നമുക്ക് വചനം തന്നു, അങ്ങനെയുള്ളത് വരാതെ ആ കർത്താവ് ആ ദൈവദാസനെ ഉപയോഗിച്ചതാണെന്ന് കണ്ട് ആ ദൈവദാസനിലൂടെ ക്രിസ്തുവിനെയാണ് കാണേണ്ടത്. प्रियो, कई बार हम लोगों को लगता है कि हमारा जो भी प्रभु का दास वचन बोलता है तो अरे प्रभु का दास को कितना ज्ञान है या कितना, हमारे उनको वो प्रभु का दास की और उनकी प्रशंसा है. परंतु प्रियो, प्रभु का दास का कोई खूबी नहीं, वो देने वाला प्रभु को सारा महिमा है. ഇന്ന് ലോകത്തിൽ ഒരുപാട് ദുരുപദേശങ്ങൾ ഓരോ ആ സഭ സ്ഥാപിച്ച നേതാവിന്റെ പേരിലാണ്. आज जितना भी संगठनाएं हैं वो हम देखते हैं कि वो जो मतलब बड़ा जो भी व्यक्ति है
उन्होंने अपनी महिमा लिया, इसलिए ऐसा खड़ा हुआ। അവര് ദൈവത്തിന്റെ മഹത്വം കവർന്നെടുത്തു. उन्होंने परमेश्वर की महिमा को छीन लिया। അവർക്ക് വേദപുസ്തകം വായിച്ചാൽ മനസ്സിലാകത്തില്ല. उनको वचन पढ़ने से वो लोगों को समझ में नहीं आता। എന്നാൽ ആ അവരുടെ സഭയുടെ നേതാവ് എഴുതിയ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. परंतु वो मंडली का नेता जो भी लिखा वो पढ़ने से उनको समझ में आएगा। കാരണം ഒരു മൂടുപടം. ഇപ്പോഴും വേദപുസ്തകം വായിക്കുമ്പോൾ മോശയെ ഗ്രഹിച്ചറിയണം, എനിക്ക് വലിയ പ്രസംഗകനാകണം, എനിക്ക് ഈ ലോകത്തിൽ എന്തോ വേണം, എന്റെ സംസാരത്തിൽ ഞാൻ മഹത്വം എടുക്കണം എന്ന് പറഞ്ഞ് വേദപുസ്തകം വായിക്കുമ്പോഴെല്ലാം ഒരു മൂടുപടം ഇന്ന് വരെയും കിടക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. प्रियो, अगर हम अपनी बढ़ाई के लिए मूसा को जानना, ये वचन को जानना, इस रीति में अपनी बढ़ाई के लिए जो भी काम करता है उसके सामने एक पर्दा पड़ा है। അവിടെ ആ വാക്യം വായിക്കുകയാണ്. അവിടെ മോശയുടെ പുസ്തകം വായിക്കും മൂടുപടം ഇന്നയോളം. അതിന്റെ 35-ാം വാക്യം, സോറി അതിന്റെ 15-ാം വാക്യം. दूसरा कुरिन्थी उसका 3रा अध्याय का 15 वचन। വേദപുസ്തകം വായിക്കുമ്പോൾ അത് മോശയെ വായിക്കാനല്ല, ദൈവത്തിന്റെ പുസ്തകമാണെന്ന് പറഞ്ഞു വേണം വായിക്കാൻ. मतलब जब हम बाइबल पढ़ता है तो चाहे वो मूसा के द्वारा लिखा गया होगा, लेकिन ये परमेश्वर का किताब जान करके हमें उसको पढ़ना चाहिए। അപ്പോൾ മോശയുടെ പുസ്തകം ഇന്നും ചിലരുടെ ഹൃദയത്തിൽ കിടക്കുകയാണ്. आज भी बहुत से लोगों का दिल में मूसा का किताब पढ़ा है। നമ്മുടെ മോശ ആരാണ്? हमारा मूसा कौन है? നമ്മുടെ ജഡമാണ്. हमारा ये शरीर है। നമ്മളെ ഉയർത്താൻ, हमें खुद को ऊंचा करने के लिए ഇന്ന് വരെയും കിടക്കുന്നു എന്ന് പറയുന്നത് പോലെ വേറൊരു പ്രയോഗമാണ് ഗലാത്യ ലേഖനത്തിൽ. ഇന്നും നാം കാണുന്നു എന്ത് ആ പഴയ അല്ലെങ്കിൽ അബ്രഹാമിന്റെ 2 സന്തതികളെ കുറിച്ച് പറയുമ്പോൾ ഗലാത്യ ലേഖനം അവിടെ ആ ഇന്നെന്നുള്ള പ്രയോജനമുണ്ട്. आज तक ऐसे पढ़ा है। वहां पर गलातियों का पत्र उसका 3रा अध्याय में हम देखता है। അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? वहां पर हम क्या देखता है? സ്വതന്ത്രയുടെ മകനെ അല്ലെങ്കിൽ ഹാഗാറിന്റെ മകൻ സാറയുടെ മകനെ ഉപദ്രവിച്ചത് ഇന്നും നാം കാണുന്നു. मतलब हागार के बेटे ने सारा का बेटे को सताया, वो बात को हम आज भी देखता है। അവിടെ അതിന്റെ വാക്യം വായിക്കുകയാണ്. എന്നാൽ അതിന്റെ 29-ാം വാക്യം, उसका मतलब 29 वचन। और यदि तुम मसीह गलती ചാപ്റ്റർ 4 4 अध्याय का 29। और जैसा उस समय शरीर के अनुसार जन्मा हुआ आत्मा के अनुसार जन्मे हुए को सताता था, वैसे अब भी होता है। ഇന്നും കാണുന്നു. मतलब वैसे ही अभी भी होता है। ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ ജനമാണ്. मतलब इसराइल के लोग परमेश्वर के लोग हैं। പക്ഷെ അവർ വേദപുസ്തകം വായിക്കുമ്പോൾ മോശയാണ് വായിച്ചത്. परंतु उन्होंने जब भी बाइबल को पढ़ा या व्यवस्था को पढ़ा तो उन्होंने मूसा को पढ़ा। അത് ഇന്നും കാണുന്നു. अभी भी वो दिखता है। എന്ന് പറഞ്ഞതുപോലെ उसी प्रकार जैसे कहता है ഇന്നും നമ്മളിൽ തന്നെ आज भी हम अपने में, നമ്മൾ 2 വ്യക്തികളാണ്. 2 വ്യക്തികൾ പറഞ്ഞാൽ നമ്മൾ 2 പ്രകൃതിയുണ്ട്. हमारे में 2 प्रकार का स्वभाव है। ഒന്ന് ജഡത്തിന്റെ പ്രകൃതി, एक उस शरीर का स्वभाव, ഒന്ന് ആത്മപ്രകൃതി, और एक आत्मा का स्वभाव। അല്ലേ? ऐसा है ना? അബ്രഹാമിന് 2 മക്കളുണ്ടായിരുന്നു. अब्राहम को 2 बेटा था। ഒന്ന് ദാസിയുടെ മകൻ. അതിന്റെ ആ ക്ലാരിറ്റിയാണ് നമ്മൾ ഈ 4-ാം അധ്യായത്തിൽ കാണുന്നത്. एक उस दासी की बेटा, ഒന്ന് അബ്രഹാം എത്ര ശ്രമിച്ചിട്ടും ഉളവാകാതെ ദൈവം നേരിട്ട് കൊടുത്ത സന്തതിയായ ഇസാക്ക്. दूसरा अब्राहम ने कितना भी परिश्रम करने से उसको नहीं मिला, परंतु प्रभु की ओर से मिला, वो है इसहाक। അപ്പോൾ ഇത് നമ്മുടെ സഭയിലുള്ള നമുക്ക് ഉപദ്രവം ചെയ്യുന്ന വേറൊരു സഹോദരനാണ് ഈ ജഡസന്തതി നമ്മൾ ഒരിക്കലും പറയരുത്. നമ്മളിൽ തന്നെ അതുണ്ട്. हमारे मंडली में अगर हमें कोई दूसरा तकलीफ देगा तो वो इस प्रकार का शरीर का बेटा है, क्योंकि हम कभी ना कहे, क्योंकि हमारे में वो गुण है। എന്നാൽ ഈ ഇസാക്കിനേക്കാളും പ്രായം കൂടുതലാണ് ഇസ്മായിൽ. लेकिन हम देखते हैं कि इसहाक से भी वो मतलब बड़ा है। അപ്പോൾ നമ്മുടെ ജഡപ്രകൃതി, हमारा ये शरीर का जो स्वभाव जो അല്ലെങ്കിൽ ഈ ജഡപ്രകൃതിന് തേൻ ഒരുപാട് തിന്നുന്ന സ്വഭാവം, शरीर का स्वभाव बोलेगा तो मधु ज्यादा खाने वाला स्वभाव, യേശു ക്രിസ്തുവിൽ ഇല്ലാത്ത കാര്യം, मतलब जो हमारे प्रभु यीशु मसीह में नहीं वो स्वभाव, അത് പ്രബലത്തിൽ വരുമ്പോൾ वो बातें हमारे जीवन में जब प्रकट होता है, പിതാവായ ദൈവത്തിന് ഭയങ്കര അപമാനം ഉണ്ടാകുന്നു. उस समय में प्रभु का बहुत निंदा होता है। ദൈവത്തെ നമ്മൾ വ്യർത്ഥമായിട്ട് കാണുന്നു. प्रभु को हम तुच्छ जानने लगता है। നമ്മള് യശയാവ് പറയുന്നത്, നിങ്ങൾ എന്നെ വ്യർത്ഥമായി ആരാധിക്കുന്നു. यशायाह ये गवाही देता है कि आप व्यर्थ रीति में मेरी उपासना करते हैं। നിങ്ങൾ ആരാധിക്കുന്നുണ്ട്, आप उपासना करते हैं। കാരണം ഇതിനകത്തുള്ള ഒരു ഇതെന്തെന്ന് അറിയാമോ? ദൈവം മഹത്വപ്പെട്ടാൽ ആ മഹത്വം നമുക്കും കൂടാണ്. मतलब यदि इसका विशेषता क्या है
यदि हमारे जीवन के द्वारा प्रभु को महिमा मिले तो वो महिमा हमें भी मिलेगा. നമ്മൾ കർത്താവ് വളരെ വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൽ പറയാൻ, പിതാവേ നീ മഹത്വപ്പെടേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അർത്ഥം പുത്രൻ മഹത്വപ്പെടുന്നതെല്ലാം പിതാവിന് മഹത്വമാണ്. यहाँ पर हम जब प्रभु यीशु मसीह की यूहन्ना का सुसमाचार 17 अध्याय में प्रार्थना में वो पिता से कहता है कि तेरी महिमा होने के लिए पुत्र की महिमा कर. അപ്പോൾ പിതാവ് മഹത്വം എടുക്കാതെ നമ്മൾ തന്നെ മഹത്വം എടുക്കുന്നത് നമുക്ക് നഷ്ടമുണ്ടാക്കും. അവൻ സംസാരത്തിലെ ആംഗ്യഭാഷയിലെ നമ്മുടെ ചിന്തയിലെ എല്ലാം നമ്മൾ സ്വന്തം മഹത്വം എടുത്താൽ ദൈവത്തിന് അപമാനം വരികയും നമ്മൾ ന്യായാസനത്തിൽ നമുക്ക് വളരെ താഴ്ച അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കിട്ടത്തില്ല അവിടെ. बोलने का अर्थ क्या है प्रियो? अगर हम अपने कोई भी काम में, वो अपना बातों में हो, कृत्यों में हो या कोई आंग्य भाषा में हो, कोई भी है, अगर हम खुद को महिमा ले रहा है तो उस दिन हमें प्रभु से कुछ भी प्रतिफल नहीं मिलेगा. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മഹിമയെ നഷ്ടമാക്കുന്നതാണ് ഈ ജഡം. इसका मतलब हमारा मिलने वाला महिमा को नष्ट करने वाला एक कार्य है इस शरीर का स्वभाव. ശരീര സ്വഭാവം, ശരീരമല്ല. പണ്ട് നമ്മൾ ഈ ജഡം എന്ന് പറയുമ്പോൾ ശരീരം അല്ല, ശരീരത്തിലുള്ള പഴയ പ്രകൃതി. हमारा ये सिर्फ शरीर की बात नहीं, शरीर का स्वभाव, हमारा उसका जो पुराना प्रकृति या उसका स्वभाव. അപ്പൊ അബ്രഹാമിന്റെ സാറയാണ് പറഞ്ഞത് ഇസ്മായിലിനെ പുറത്താക്കണം. अभी यहाँ पर हम देखते हैं कि सारा ने कहा था कि इस्माइल को बाहर करो. അത് അബ്രഹാമിനെ സംബന്ധിച്ചുള്ള വലിയ പ്രയാസമുള്ള കാര്യമാണ്. तो अब्राहम इस विषय सुना तो उनको बहुत दुख हुआ, തനിക്ക് ആദ്യമായി ജനിച്ച മകൻ, क्योंकि मेरा पहला बेटा है, എന്റെ എല്ലാ പ്രശംസയുമായിരിക്കുന്നത്, मेरा सारे बातों की प्रशंसा का विषय है. അവനെ കളയുക എന്ന് പറയുന്നത് അബ്രഹാമിന് വലിയ പ്രയാസമാണ്. उसको छोड़ना बोलेगा तो अब्राहम के लिए बहुत दुखदायक बात था. അപ്പോൾ സാറ ഇനി ഒരു മിനിറ്റ് പോലും സമ്മതിക്കത്തില്ല. परंतु अभी सारा बिल्कुल एक सेकंड भी अभी वो घर में रहने नहीं देता. നമ്മുടെ ഭാര്യമാരിൽ നിന്നാണെങ്കിലും നല്ല ഉപദേശം നമ്മൾ സ്വീകരിക്കണം. കർത്താവ് ഒരുപക്ഷെ ഭാര്യമാരിലൂടെ സംസാരിക്കും, സാത്താനാണെങ്കിലും हमारा पत्नी से भी क्यों ना परंतु अच्छी बात तो पत्नी भी कहेगा तो हमें स्वीकारना चाहिए. ഇവിടെ തിരുവെടുത്ത് എന്ന് പറയുന്നു. परंतु यहाँ पर देखना है कि पवित्र शास्त्र क्या कहता है. 30-ാം വാക്യം, उसका 30 वचन. തിരുവെടുത്ത് എന്ത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മോശ എന്ത് പറയുന്നു എന്നല്ല. एक बात जरूर ध्यान देना कि मूसा क्या कहता है वो नहीं देखना, पवित्र शास्त्र क्या कहता है वो देखना. वो हम 30 वचन में, परंतु पवित्र शास्त्र क्या कहता है. കർത്താവ് വേദപുസ്തകം ഉദ്ധരണി എടുക്കുമ്പോഴെല്ലാം യശയാവ് പറയുന്നു അല്ലെങ്കിൽ ഹോശ പറയുന്നു എന്നല്ല, തിരുവെഴുത്ത് പറയുന്നു, തിരുവെഴുത്ത് പറയുന്നു, തിരുവെഴുത്ത് പറയുന്നു എന്നാണ്. जब भी प्रभु बात किया तो यशायाह ने कहा, होशेया ने कहा, यिर्मयाह ने कहा, ऐसा नहीं, परंतु पवित्र शास्त्र क्या कहता है ये रीति में कहा. എന്ത് പറയുന്നു? क्या कहा? ഒരു കോംപ്രമൈസും ഇല്ല. इसमें कोई भी मेल मिलाव नहीं. അബ്രഹാമിന് പറയാം, ദൈവമേ എനിക്ക് ആദ്യം കിട്ടിയതാണ്. अब्राहम ऐसे कर सकता था कि प्रभु मेरा पहला बेटा है. ഒരു മനുഷിക പരിഗണനയെങ്കിലും വേണം. इंसानियत होना चाहिए. प्रभु ഇല്ല. തിരുവെഴുത്ത് പറയുന്നു, प्रभु बोलता है नहीं, नो. ദാസിയെയും, കാരണം ജഡത്താൽ ജനിച്ചത് ജഡം. क्योंकि दासी और उसका पुत्र को बाहर करो, क्योंकि जो शरीर से जन्मा वो शरीर. നമ്മുടെ സ്നാനത്തിന്റെ അർത്ഥം എന്താണ്? हमारा बपतिस्मा का अर्थ क्या है? ആ പഴയ മനുഷ്യനെ वो पुराना मनुष्य को അതിന്റെ ശക്തിയോടും പ്രകൃതിയോടും ഉരിഞ്ഞു കളഞ്ഞു. उसका सामर्थ्य के साथ हमने उतार डाला. ദൈവത്താൽ നേരിട്ട് ജനിച്ച ഇസാക്ക്, परंतु जो प्रभु के द्वारा सीधा जन्म लिया हुआ इसहाक. അതാണ് നമ്മൾ അതിന്റെ 28-ാം നാമോ സഹോദരന്മാരെ ഇസാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാവുന്നു. मतलब उसका मतलब दूसरा कोरिन्थी उसके 4 अध्याय, सॉरी गलातियों 4 अध्याय का 28 वचन में, हे भाइयों हम इसहाक के समान प्रतिज्ञा की संतान है. ഇസാക്ക് സ്വന്തമായിട്ട് മഹത്വം എടുക്കത്തില്ല. प्रियो, इसहाक कभी भी खुद को महिमा नहीं देगा. മോറിയ മലയിൽ मोरिया पहाड़ में കൈയും കാലും കെട്ടപ്പെട്ടവനായി हाथ पाव बांधे हुए अनुभव में ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിൽ വാൾ ഓങ്ങിയപ്പോൾ परमेश्वर के सामने उन्होंने उसको विली करने के लिए जब वो तलवार उड़ाया, എന്റെ ഇഷ്ടമല്ല, वो मेरा इच्छा नहीं നിന്റെ ഇഷ്ടമാകട്ടെ. आपकी इच्छा हो. പ്രിയമുള്ളവരെ, मेरी प्रिय पवित्र लोगों, നമ്മൾ എത്രമാത്രം നമ്മുടെ മഹത്വത്തിനു വേണ്ടി സംസാരിച്ച് ഗ്ലോറി നഷ്ടമാക്കും. हम लोग कितनी बातों में, हम अपनी शब्दों में बात करके अपनी मिलने वाला महिमा को नष्ट करते हैं. അയാൾ നമ്മൾ യെശയ്യാവിന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ 58-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യം വായിച്ച ആ വാക്യം ഒന്നും കൂടെ 28-13 ഒരുപാട് കാര്യങ്ങൾ ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. ഞാൻ എനിക്കായിട്ട് നമ്മുടെ വീട്ടിലെ ചെറിയൊരു ഡയലോഗ് ആണെങ്കിലും ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും നാം അറിയാതെ എത്രയോ പ്രാവശ്യം കർത്താവിന്റെ അടുക്കൽ ഞാൻ അത് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. കർത്താവ് എനിക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു പോയി, ഞാൻ എൻ്റെ കോപം, അത് എൻ്റെ കാര്യം, എൻ്റെ സ്വാർത്ഥത നടക്കാതെ വരുമ്പോഴാണ് എനിക്ക് ദേഷ്യം ഉണ്ടാകുന്നത്. प्रियो, हमें ये बात को जानना है. अभी हमने जो कीवर्ड जैसा
एशिया 58 अध्याय का 13 वचन जो पढ़ा था, वो वचन में कितनी बातें हैं जो कि हमें नहीं करना चाहिए, और हम जो कहता है तो वो अपनी खुद की प्रशंसा के लिए कहता है। तो उसी पर मालूम क्या है कि हमें आने वाला समय में हम अपनी महिमा को खो देता है। इसलिए हमें अपने आप को परखना है। मैंने कितनी बार मेरे घर में क्यों ना हो, मतलब अपना घर के लोगों के साथ क्यों ना हो, ऐसे बात करने के समय में हम स्वयं को महिमा मिलने लायक है। अपनी बातें अगर कहता है तो, अपनी बातें अगर बोलता है तो वो प्रभु को महिमा नहीं देता, वो स्वयं को महिमा लेता है, उसमें हमें मिलने वाला महिमा को अपन नष्ट करता है। ദാവീദ് പറയുകയാണ്, परंतु दावीद कहता है, 2 കാവൽക്കാരെ എന്റെ നാവിന് മുമ്പിൽ നിർത്തണം. मैं 2 पहरेदारों को मेरे मुंह के सामने रखना। നിന്നിൽ നിന്ന് വരാത്ത ഒരു കാര്യവും എന്റെ അധരം പറയരുത്. आपकी ओर से नहीं है तो मेरा ओठों से वो निकलना नहीं चाहिए। എന്റെ വായിലെ വാക്കുകൾ मेरा ओठों की शब्द നിനക്ക് മഹത്വമായി തീരട്ടെ. आपको महिमा मिलने लायक बने। പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥനയുടെ അർത്ഥം എത്ര ആഴത്തിലാണ് പുതിയ നിയമത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയത്. प्रियो, उस प्रार्थना का कितना गहरा अर्थ नया नियम में प्रभु यीशु मसीह ने प्रकट किया। എന്റെ പിതാവ് തരാതെ मेरा पिता देते बिना ഒരു വാക്ക് പോലും एक भी शब्द ഞാൻ പറഞ്ഞിട്ടില്ല. मैं कहा नहीं। നമുക്ക് ആ വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. वो യോഹന്നാന്റെ वचन को भी पढ़ करके हम समाप्त करेंगे। यूहन्ना का सुसमाचार അതിന്റെ 12:49 उसका 12 अध्याय का 49 वचन। यूहन्ना का सुसमाचार उसका 12 अध्याय का 49 वचन। क्योंकि मैंने अपनी ओर से बातें नहीं की, परंतु पिता जिसने मुझसे भेजा है उसने मुझे आज्ञा दी है कि क्या क्या कहूँ और क्या क्या बोलूँ। देखिए, यहाँ पर क्लियर प्रभु मानव कहता है, मैं अपनी तरफ से कुछ भी बातें नहीं किया, परंतु पिता जिसने मुझे भेजा है उसी ने मुझे आज्ञा दी है कि क्या क्या कहूँ और क्या क्या बोलूं। യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാണ്. तो प्रभु का महिमा पाने के लिए प्रभु ने हमें बुलाया। ആ മഹത്വത്തിൽ നമ്മൾ പങ്കാളികളാണെങ്കിൽ അവൻ നടന്ന അതേ പാതയിൽ നമ്മൾ നടക്കണം. उस महिमा अगर हमें प्राप्त होना है तो प्रभु यीशु मसीह जो जीवन बिताया वो मार्ग में हमें भी चलना चाहिए। നമ്മുടെ അതരം ചലിക്കുന്നതിനും കണ്ണുകൾ ഇറുക്കുന്നതിനും നമ്മുടെ ആംഗ്യഭാഷയ്ക്ക് പോലും ദൈവം പ്രതിഫലം ഓരോന്നിനും പ്രതിഫലം തരും. प्रियो, हमारे होठों से निकलने वाला शब्दों का, हमारा आंखों से या हमारा चेहरे से किसी प्रकार भी जो हमारा अंगों से दिखाने वाला उस भाषा का भी प्रभु उस दिन प्रतिफल देगा। അത് 100 മടങ്ങാണ്, 100% वो मतलब 100% नहीं, ആ, 100 उसका മടങ്ങ്. 100 गुना है। ഒരു മിനിറ്റ് ഞാൻ കർത്താവിനെ എന്റെ മഹത്വപ്പെടുത്തിയാൽ എനിക്ക് 100 മടങ്ങ് കിട്ടുവാണ്. मतलब अगर मैं 1 मिनट भी अगर प्रभु का महिमा किया है तो मुझे उसका 100 गुना मिलेगा। നമ്മൾ അധ്വാനിച്ചതിനനുസരിച്ചല്ല, हमारा मेहनत के अनुसार नहीं, അതിന്റെ 100 മടങ്ങ്. उसका 100 गुना। ഈ ദൈവം ഇത്ര നല്ലവനാണ്. ये प्रभु कितना भला है। നമ്മൾ എന്തിനു വേർപ്പൊഴുക്കി ഈ സാത്താനെ സേവിക്കണം? हम क्यों पसीना बहा करके हम शैतान का सेवा करें? നമ്മളെ അവസാനം കൊന്നു നശിപ്പിക്കുന്ന സാത്താനെ സേവിക്കുകയാണെങ്കിൽ अगर हमें आखिर में उस नरक में डालने वाला शैतान की सेवा करे तो നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സ്വന്തത്തിൽ നിന്നെടുത്താണെങ്കിൽ അവന്റെ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്. प्रियो, अगर हम अपनी आप से अगर कोई सेवा करता है तो हम प्रभु का सेवा नहीं, हम शैतान का सेवा करते हैं। പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. इसलिए प्रियो, हम प्रभु की महिमा करें। നിങ്ങൾ എന്ത് ചെയ്താലും, आप कुछ भी करें, തിന്നാലും കുടിച്ചാലും, आप खाए या पिए, വചനം പറഞ്ഞാലും കേട്ടാലും, वचन सुने या सुनाए, എന്ത് ചെയ്താലും, कुछ भी करें, വാക്കിനാലും പ്രവൃത്തിയാലും हम जो भी अपनी बातों से या कामों से നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവ് മഹത്വപ്പെടുക. हमारा प्रभु यीशु मसीह के द्वारा पिता को महिमा मिले। ആമേൻ. प्रेज द लॉर्ड। Praise the Lord. प्रेज द लॉर्ड। प्रभु को सारे महिमा, सबको प्रभु का प्रभु सबके साथ प्रभु का निग्रह। आमीन।